الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وكلهم من رسول الله ملتمس ورفا من البحر أو رسا من الديان، وكل أئمة الرسل الكرام بها فإنما اتصلت من نوره بهم، فإنه شمس فضل هم كواكبها يظهرن أنوارها للناس في الظلم. يا رب صل على من هل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബുൽ ആലമീനായ അല്ലാഹു റഹ്മത്തുൽ ആലമീനായി സൃഷ്ടിച്ച അതുല്യ വ്യക്തി, അല്ലാഹുവിന്റെ സർവശക്തികളിലും എല്ലാ നന്മകളിലും വ്യത്യസ്ത സ്ഥാനം നൽകപ്പെട്ട ഒന്നാമനായ വ്യക്തി, സൃഷ്ടിപ്പിനും സർവശക്തികളെക്കാളും ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തി അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളും അവിടുത്തെ മഹത്വം ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. ഖുർആൻ നമുക്കറിയാം ലോകസത്താവായ അല്ലാഹുവിന്റെ വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഏറ്റവും പ്രിയം വെച്ച വ്യക്തി എന്ന നിലയ്ക്ക് പരിശുദ്ധ ഖുർആനിൽ
എത്രയോ സ്ഥലങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു നിലക്ക് പറഞ്ഞാൽ ഖുർആൻ പരിപൂർണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വമാണ്. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ വേണ്ടി ഖുർആൻ തന്നെ നബിയോട് നിർദ്ദേശിക്കുന്നു. ഓ നബിയെ, തങ്ങൾ പറയൂ, പറയൂ, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരെയുള്ള വഴിയിലേക്ക് എന്റെ റബ്ബ് എന്നെ വഴി തിരിച്ചിരിക്കുന്നു. ദീനൻ ഖയ്യമൻ മില്ലത ഇബ്രാഹീമ ഹനീഫ, അത് നേരെ നന്മ മാത്രം പ്രചരിപ്പിക്കുന്ന ദീനാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു വന്ന വഴിയും ആണ്. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരണം എന്ന് കൽപ്പിച്ചതായി കാണാം. ഇത്തബിഉ മില്ലത ഇബ്രാഹിം. അതുപോലെ മറ്റൊരു ആയത്തിൽ ഫബിഹുദാഹു മുഖ്തദീഹ്, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സന്മാർഗത്തെ നിങ്ങൾ പിന്തുടരണം എന്ന് നിർദ്ദേശിച്ചതായും കാണാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ നബി തങ്ങൾ പിന്തുടരണം എന്ന് പറയാതെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുന്ന് പിന്തുടരണം എന്ന് പറയാതെ, കഴിഞ്ഞുപോയ പ്രവാചകന്മാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇവിടെ പഠിപ്പിച്ച മാർഗം പിന്തുടരണം എന്ന് പറയാൻ എന്താണ് കാരണം? അതൊരു കാരണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മാർഗവും മറ്റ് പ്രവാചകന്മാർ പഠിപ്പിച്ച മാർഗവുമെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിനിധികളായി അവർ പഠിപ്പിച്ച വഴികൾ ആണ്. അതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴി തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ പ്രവാചകന്മാരുടെയും നേതാവാണ്. നേതാവിനോട് അനുയായികളെ പിന്തുടരണം എന്ന് പറയുന്നത് പ്രസക്തമല്ല. അതുകൊണ്ട് തന്നെ അനസയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. ആദമോമൻ ദൂനഹു തഹ്ത നിലാഇ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആദം നബി അലൈഹി സ്വലാമു അടക്കം മഹാനവറുകളുടെ സന്താന പരമ്പരകളിലുള്ള മുഴുവൻ ആളുകളും തഹ്ത നിലാഇ എന്റെ കൊടുക്കുകയിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലാ ഫഖ്റ, അതിനേക്കാൾ വലിയൊരു പവർ ലോകത്താർക്കും ലഭിച്ചിട്ടില്ല എന്നും അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അഭിമാനം പറയാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് നിങ്ങളെ ഞാൻ പഠിപ്പിക്കൽ നിർബന്ധമായ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ പൊങ്ങച്ചം പറയാൻ വേണ്ടി പറയുന്നതല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ സൃഷ്ടികളുടെയും എല്ലാ അമ്പിയാക്കളുടെയും നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ പിന്തുടരണം, കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പിന്തുടരണം എന്ന് പറയുന്നതിന് പകരം പ്രവാചകന്മാർ നടന്നു വന്ന വഴി പിന്തുടരണം. അവരുടെ മാർഗം, അവരുടെ ദീനുഹും വാഹിദ്, എല്ലാ അമ്പിയാക്കളുടെയും ദീൻ ഒന്നാണ്. അത് ഇമാം ബുഖാരി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പ്രതിനിധികളായി പൂർവകാലത്ത് പ്രവർത്തിച്ച പ്രബോധകന്മാരായ പ്രവാചകന്മാർ പഠിപ്പിച്ച അതേ കാര്യം തന്നെയാണ് തങ്ങളും പഠിപ്പിക്കുന്നത്. തങ്ങൾ പഠിപ്പിക്കുന്ന അതേ ദീൻ തന്നെയാണ് മുൻഗാമികളും പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാം ഒരു നേതൃത്വത്തിന്റെ കീഴിലുള്ള ആശയങ്ങളാണ് എന്ന് വരുത്താൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ മില്ലത്തിനെ പിന്തുടരണം. അതുപോലെ
മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ഹുദ, അവരുടെ സന്മാർഗ വഴി, പതിഹുദാഹുമുഖത്തത്, അവരുടെ സന്മാർഗ വഴി പിന്തുടരണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇരിക്കട്ടെ, ഇവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് സ്വീകരിക്കുന്നു, മറ്റുള്ള എല്ലാ ആശയങ്ങളും കൈവച്ചവനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും തന്നെ അല്ലാഹുവിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പങ്കുചേർക്കുന്നവരിൽ പെട്ടവനല്ല. അങ്ങനെ തങ്ങൾ പറയൂ. കാരണം അവിടുന്ന് പഠിപ്പിക്കുന്ന ആശയം ഒന്നാമതായി സ്വീകരിച്ച നേതാവാണ് അവിടുന്ന്. ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാവല്ല. എപ്പോഴും ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ആ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കണമെങ്കിൽ മാതൃകായോഗ്യരായിരിക്കണം. പ്രസംഗിക്കുന്ന ആശയം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരായിരിക്കണം. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാഹുവിനെ തഖ്വ ചെയ്തും അല്ലാഹുവിനെ ഭയപ്പെട്ടും അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടും ജീവിച്ച ഒന്നാമത്തെ വ്യക്തി അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും ഖുർആൻ പറയാൻ ആജ്ഞാപിക്കുന്നത് കാണൂ നിങ്ങൾ. ഖുൽ ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ മനസ്സ് ഭൗതികമായ ഒരു വിഷയത്തിലും തിരിയുന്ന വ്യക്തിയല്ല ഞാൻ. ഭൗതികമായി എത്ര തന്നെ എന്തുണ്ടെങ്കിലും ശരി, ഇവിടെ എത്ര എന്താളുകളുണ്ടെങ്കിലും ശരി, എന്റെ മനസ്സ് പരിപൂർണമായി അല്ലാഹുവിലേക്ക് തിരിഞ്ഞതാണ്. ഖുൽ, പറയൂ നബിയേ, ഇന്ന സലാത്തി, നിശ്ചയം എന്റെ നിസ്കാരം, വനുസുകി, എന്റെ സർവ്വ ഇബാദത്തും, എന്റെ അറവും എന്റെ ഹജ്ജും എന്റെ ഉംറയും സർവ്വ ഇബാദത്തും, വമഹ്യായ, എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതെല്ലാം സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹുവിന് സമർപ്പിക്കുന്നതാണ്. ഒന്നും മറ്റൊരാൾക്കുമല്ല, എല്ലാം അല്ലാഹുവിനാണ്. കുറച്ചു കാര്യം അല്ലാഹുവിനും കുറച്ചു കാര്യം സൃഷ്ടികൾക്കും അല്ല. എന്റെ ജീവിതവും മരണവും അടക്കം ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ്. അല്ലാഹുവിന് ഒരു വിഷയത്തിലും ഒരു കൂറുകാരനും ഇല്ല. വബിദാലിക ഉമിർതു, അതുകൊണ്ടാണ് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, വഅന അവ്വലുൽ മുസ്ലിമീൻ. ലോകത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഏതെല്ലാം മുസ്ലിമീങ്ങൾ ജീവിച്ചിട്ടുണ്ടോ, ഇനി ഏതെല്ലാം മുസ്ലിമീങ്ങൾ വരുന്നുണ്ടോ, ഇപ്പോൾ ഏതെല്ലാം മുസ്ലിമീങ്ങൾ നിലനിൽക്കുന്നുണ്ടോ, എല്ലാ മുസ്ലിമീങ്ങളിലും ഒന്നാമത്തെ വ്യക്തി വഅന അവ്വലുൽ മുസ്ലിമീൻ, സർവ മുസ്ലിമീങ്ങളിലും ഒന്നാമനാണ് ഞാൻ. പറയൂ നബിയേ. പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്താണ് ഇത് അറിയിക്കുന്നത്? ഒന്നാമത്തെ വ്യക്തി അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന, അല്ലാഹുവിനെ അംഗീകരിച്ച, അല്ലാഹുവിൽ വിശ്വസിച്ച, അല്ലാഹുവിനെ അംഗീകരിച്ച, അല്ലാഹുവിന് കീഴ്പ്പെട്ട ഒന്നാമത്തെ വ്യക്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന അവ്വലുൽ മുസ്ലിമീൻ. ഒന്നാമത്തെ മുസ്ലിമാകണമെങ്കിൽ ഒന്നാമത്തെ സൃഷ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകണം. അല്ലെങ്കിൽ ഒന്നാമത്തെ മുസ്ലിമാകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമത്തെ വ്യക്തിയാണെന്ന് പറയുന്നത്. ഒന്നാമത്തെ മുസ്ലിം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഖുർആൻ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്തു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഴിഞ്ഞുപോയിട്ടുണ്ടല്ലോ, മൂസാ നബി അലൈഹിസ്സലാം കഴിഞ്ഞുപോയിട്ടുണ്ടല്ലോ. അവരൊക്കെയല്ലേ ആദ്യത്തെ മുസ്ലിമീങ്ങൾ? അവസാനമല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി വരുന്നത്? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം, ഇന്നഹു അവ്വലുഹും, സർവ്വ അമ്പിയാക്കളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമനാണ്. ലികൗനിഹി മുഖദ്ദമൻ ഫിൽ ഖൽഖി അലൈഹിം, സർവ്വ അമ്പിയാക്കളെയും സർവ്വ ജനങ്ങളെയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖാല തആല, അല്ലാഹു പറഞ്ഞല്ലോ, വൈദ് അഖദ്നാ മിനൽ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, പ്രവാചകന്മാരിൽ നിന്ന് അമ്പിയാക്കളിൽ നിന്ന് നാം കരാറ് വാങ്ങി, അമ്പിയാക്കളിൽ നിന്ന് നാം കരാറ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അല്ലാഹു എണ്ണുന്നത് തങ്ങളിൽ നിന്ന് കരാറ് വാങ്ങി, നൂഹ് നബി അലൈഹിസ്സലാമിന് കരാറ് വാങ്ങി. അപ്പോൾ അമ്പിയാക്കളിൽ നിന്ന് കരാറ് വാങ്ങിയതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എണ്ണുന്ന സ്ഥലത്ത് ആദ്യത്തെ വ്യക്തിയായി എണ്ണുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ശേഷമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലുള്ളവരെ എണ്ണുന്നത്. ഈ ആയത്തിന്റെ വിവരണത്തിൽ മഹാന്മാരായ സഹാബത്തിൽ നിന്ന് നൂറുൽ ഖുർആൻ വ്യാഖ്യാനം പഠിച്ച മഹാപണ്ഡിതനായ താബിഈയായ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല كنت أول الأنبياء في الخلق وآخرهم في البعث فلذلك وقع ذكره هنا مقدما قبل نوح وغيره. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുന്തു അവ്വലൽ അംബിയാഇ ഫിൽ ഖൽഖ്, സൃഷ്ടിയുടെ വിഷയത്തിൽ സർവ്വ അംബിയാക്കളിലും ഒന്നാമതായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തി ഞാനാണ്. വആഖിറുഹും ഫിൽ ബഅസ്, അതേസമയത്ത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനും ക്ഷണിക്കാനും വേണ്ടി സന്ദർഭം അനുവദിച്ചുകൊണ്ട് നിയോഗിച്ച് അയക്കപ്പെടുന്നത് അവസാനത്തിലാണ്. അതേസമയം ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയും ആദ്യമായി നബിയായി അവരോധിക്കപ്പെട്ട വ്യക്തിയും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചത്, വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണെന്ന് പറയുന്നത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ എങ്ങനെയാണ് അവിടുന്ന് ഒന്നാമനാകുന്നത് എന്നതിന്റെ മറുപടിയിൽ രേഖപ്പെടുത്തിയ വിഷയമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒന്നാമത്തെ ശക്തിയാണ്. ഇത് തന്നെയാണ് നമ്മുടെ മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, സുബ്ഹാനല്ലദീ അഫലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയ്യിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. റബീഉൽ അവ്വൽ മാസത്തിൽ പരിപൂർണ ചന്ദ്രനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഉദിപ്പിച്ചു. അവൻ പരിശുദ്ധൻ തന്നെ. وأوجد نوره قبل خلق العالم, സർവ്വ ശക്തികളെയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. വസമ്മാഹു മുഹമ്മദ, അതിന് മുഹമ്മദ് എന്നും അവിടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാമകരണം നൽകുകയും ചെയ്തു. എന്താണ് മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം? മുഹമ്മദ്
ആ വാക്കിന്റെ അർത്ഥമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിരക്കണക്കിന് പേരുകൾ ഉണ്ട്. നൂറുകണക്കിന് പേരുകൾ ഞാൻ തന്നെ ഇതിനു മുമ്പ് പ്രസംഗിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയെ സംബന്ധിച്ച് പാറക്കടയിൽ പ്രസംഗിച്ച സീരിയൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിന് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് എടുത്തു പറഞ്ഞ ഏറ്റവും മഹത്തായ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേരിന്റെ അർത്ഥം തന്നെ ധാരാളമായി പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്നാണ്. ധാരാളമായി പുകഴ്ത്തി പറയപ്പെടുന്ന വ്യക്തി, ധാരാളമായി സ്തുതിച്ചു പറയപ്പെടുന്ന വ്യക്തി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുശ്രിക്കുകൾ, ഇസ്ലാമിന്റെ വിരോധികൾ, അവിശ്വാസികൾ എന്നെ ചീത്ത പറയണം, എന്നെ മോശക്കാരനാക്കണം എന്ന് മനസ്സിലാക്കി അവർ സംസാരിക്കാൻ ഒരുങ്ങുന്നു. പക്ഷേ ഇന്നമാ യദുമ്മൂന മുദമ്മമൻ ഇന്നമാ അന മുഹമ്മദ്, അവർ ആക്ഷേപാർഹൻ എന്ന നിലയ്ക്ക് ആക്ഷേപിക്കപ്പെടുന്ന വ്യക്തിയെയാണ് അവർ വിമർശിക്കുന്നത്. പക്ഷേ ഞാൻ മുദമ്മമല്ല, ഞാൻ മുഹമ്മദാണ്. മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്നാണ്. അപ്പോൾ അബൂജഹലോ ഉത്ബത്തോ ശൈബത്തോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ആക്ഷേപിക്കാൻ വേണ്ടി മുഹമ്മദ് വളരെ മോശക്കാരനാണ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ വൈരുദ്ധ്യമായിരിക്കും. കാരണം മുഹമ്മദ് എന്ന വാക്കിനർത്ഥം പുകഴ്ത്തപ്പെടേണ്ട വ്യക്തി, ധാരാളം പുകഴ്ത്തപ്പെടുന്ന വ്യക്തി, ധാരാളം പുകഴ്ത്തപ്പെടേണ്ട വ്യക്തി മോശക്കാരനാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞവനാണ് മോശക്കാരനാകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആ വാചകം തന്നെ പരസ്പര വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപം എന്നിലേക്ക് തൊടുത്തുവിടാൻ കഴിയാത്ത വിധം എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുള്ള പേര്, ഒരു പേര്, ഏറ്റവും പ്രശസ്തമായ പേര് മുഹമ്മദ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ നമുക്ക് കാണാം. അത് ഏറ്റവും പുകഴ്ത്തപ്പെടുന്ന വ്യക്തിയായി വസമ്മാഹു മുഹമ്മദ, മുഹമ്മദ് എന്ന അവിടത്തേക്ക് പേര് നൽകപ്പെട്ടിരിക്കുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശങ്ങളും ഭൂമികളും വെള്ളവും അരസും കുരുസും ലൗഹും കലമും മലക്കുകളും എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്ന് പരിശുദ്ധ ഖുർആനിലെ വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന ഈ ആയത്ത് പഠിപ്പിക്കുന്നു. മഹാന്മാരായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ അത് വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഇനി നിങ്ങൾ നോക്കൂ, ഇതേ കാര്യം തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, سألت رسول الله صلى الله عليه وسلم عن أول شيء خلقه الله تعالى. ഞാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട വസ്തു ഏതാണ് നബി, എന്താണ് നബി? ഇമാം അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു സഹീഹായ പരമ്പരയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ മനസ്സിലാക്കണം, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാരുടെ ഗുരുവര്യരാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ദശക്കണക്കിന് ഹദീസുകൾ അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടുകളായി സ്വീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിസാനത്തു ഇൽമിന്റെ സ്റ്റോറാണെന്ന് ഈ ഹാഫിദുൽ ദഹബി പറഞ്ഞ മഹത്തായ ഗ്രന്ഥമാണ് മുസന്നഫ്. ആ മുസന്നഫിൽ ഇമാം അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, അൻ അവ്വലു ശൈഇൻ ഖലഖഹു അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ച വസ്തു എന്താണ് നബി? ഖാല
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഫഖാല ഹുവ നൂറു നബിയിക യാ ജാബിർ, അത് നിന്റെ നബിയുടെ പ്രകാശമാണ് ജാബിർ, ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട വസ്തു. ഖലഖഹുല്ലാഹു, അല്ലാഹു അത് സൃഷ്ടിച്ചു. ثم خلق فيه كل خير, പിന്നെ എല്ലാ നന്മകളും അതിൽ തന്നെ അല്ലാഹു സൃഷ്ടിച്ചു. وخلق بعده كل شيء, അതിനുശേഷം എല്ലാ വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചു. അവരെ ആദ്യത്തെ സൃഷ്ടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ട് തന്നെ സഹോദരന്മാർ, മഹാനായ ഹാഫിദ് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യനും കൂടിയായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള എത്രയോ മഹാന്മാരിൽ ഹദീസ് സ്വീകരിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുമ്പോൾ മക്കയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാപണ്ഡിതനും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചെറുപ്പത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഗുരുനാഥനും മക്കയിലെ ഉസ്താദുമായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി എടുത്തു നോക്കിയാൽ സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ് തന്നെ ഹദ്ദസനാ അൽ ഹുമൈദി ഹദ്ദസനാ സുഫിയാൻ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥൻ ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യനാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബുകാരനായതുകൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ ആയിരക്കണക്കിന് ഹദീസുകൾ രേഖപ്പെടുത്തുന്നതിനിടയിൽ ആദ്യത്തെ ഹദീസ് അത് എന്റെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, പ്രധാന ശിഷ്യൻ ഹുമൈദി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടാകണം എന്ന ഉദ്ദേശപ്രകാരമായിരിക്കണം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഗുരുനാഥനായി സഹീഹുൽ ബുഖാരി എടുത്തു പറഞ്ഞത് മഹാനായ ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹുവിനാണ്. ആ ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹുവിന്റെയും ഗുരുനാഥനാണ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. ആ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അബ്ദുർ റസാഖ് ഇബ്നു ഉയൈന അൻ മാലിക്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട്. എന്താണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട്? അന്നഹു കാന യഖൂലു ദാഇമൻ, എപ്പോഴും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പതിവായി ചൊല്ലാറുണ്ടായിരുന്നു ഒരു സലാത്ത്. ആ സലാത്ത് ഇതാണ്: اللهم صل على سيدنا محمد السابق للخلق نوره. اللهم صل على سيدنا محمد السابق للخلق نوره. അല്ലാഹുവേ, നീ മഹത്തായ അനുഗ്രഹം നൽകണേ അലാ സയ്യിദിന, ഞങ്ങളുടെ നേതാവിന്റെ മേൽ നീ മഹത്തായ അനുഗ്രഹം നൽകണേ. ആരാണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നീ മഹത്തായ അനുഗ്രഹം നൽകണേ. എന്താണ് ആ മുഹമ്മദ് നബിയുടെ വലിയ പ്രത്യേകത? അസ്സാബിഖു ലിൽ ഖൽഖി നൂറുഹു, എല്ലാ സൃഷ്ടികളുടെയും മുന്നിൽ അവിടുത്തെ പ്രകാശം സർവസൃഷ്ടികൾക്കും മുൻകടന്നവരാണ്. നിങ്ങൾ നോക്കൂ, ഇമാം റളിയല്ലാഹു അൻഹു സ്ഥിരമായി ചൊല്ലുന്ന സലാത്തിൽ മുസ്ലിം സഹോദരന്മാർ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഇന്നലെ എനിക്ക് ഒരാൾ ഈ കോഴിക്കോടിനടുത്ത് വെച്ച് ഇറങ്ങി ഒരു നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസിൽ പറയുന്നത് അത്തഹിയ്യാത്തിൽ ചൊല്ലുന്ന സലാത്തല്ലാതെ ചൊല്ലാൻ പാടില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാരുടെ ഉസ്താദായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരായ, അവരുടെ ഉസ്താദുമാരുടെയും ഗുരുവര്യരായ, അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന ലോകപ്രശസ്ത പണ്ഡിതന്മാർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ സഹാബികളെ നേരിൽ കണ്ടവരിൽ നിന്ന്
ദീൻ പഠിച്ച മക്കയിലെയും മദീനയിലെയും അന്നത്തെ മുദരിസുമാരാണ്. ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇൽമു പഠിക്കാൻ അവരെ സമീപിക്കുകയാണ്. അവർ പതിവായി ചൊല്ലുന്ന സലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. സലാത്ത് ചൊല്ലുമ്പോൾ സയ്യിദിന എന്ന് കൂട്ടിപ്പറയാൻ പാടില്ല എന്ന് ഒരാൾ പ്രസംഗിച്ചു. ഞാനതിനും നാദാപുരത്തേക്ക് വിശദമായി അതിന്റെ മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. സലാത്ത് ചൊല്ലുന്ന സുന്നി, കാഫറാക്കുന്ന സലഫി എന്ന സീഡി വാങ്ങി കേട്ട് നോക്കിയാൽ വിശദമായി കേൾക്കാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. മഹാന്മാരായ താബിഈങ്ങൾ, തബഉ താബിഈങ്ങളായ പണ്ഡിതന്മാർ അന്ന് വലിയ സലാത്ത് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു മുസന്നഫിൽ എടുത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ, നിങ്ങളുടെ നേതാവിന്റെ മേൽ നീ മഹത്തായ അനുഗ്രഹം ആദരവോടെ നൽകണം അല്ലാഹ്. എങ്ങനത്തെ നേതാവ്? ആരാണ് ആ നേതാവ്? മുഹമ്മദിൻ, അത് മുഹമ്മദ് നബിയാണ്. അസ്സാദിഖുൽ ഖൽഖി നൂറുഹു, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം, ഒളിവ്, ആ പ്രകാശം സർവസത്യങ്ങൾക്കും മുൻകടന്നവരാണ്. ലോകത്തിൽ ഒരു മഹാനും തർക്കമില്ലാത്ത കാര്യമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. സർവ്വലോകത്തെയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ആജമി. تلك مدينة صلاة مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. أشرف الخلق صلى الله عليه وسلم سيد الكونين, എല്ലാ ശക്തികളുടെയും എല്ലാ ലോകത്തിന്റെയും നേതാവ്. കുറെ കാലം കഴിഞ്ഞിട്ട് വന്ന നിങ്ങൾ മുമ്പങ്ങാനുള്ള ഞങ്ങൾക്ക് എങ്ങനെ നേതാവാകണം എന്ന് ഒരാൾക്കും ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. എല്ലാവരെക്കാളും ആദ്യം സൃഷ്ടിക്കപ്പെട്ടവർ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെപ്പോഴും പറയില്ലേ, നേതൃത്വം നൽകേണ്ടത് പ്രായമുള്ളവരാണ്, പരിചയമുള്ളവരാണ്. നേതൃത്വം നൽകേണ്ടത് വലിയവരാണ്, കുട്ടികളല്ല കാര്യം പറയേണ്ടത്. കാര്യം പറയേണ്ടത് വലിയവരാണ്. കുട്ടികൾ കാര്യം പറയാന്ന് പറഞ്ഞാൽ അത് തന്നെ നേതൃത്വം ഇല്ലാന്നുള്ളവരുടെ തെളിവാണ്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഒരാൾക്കും പറയാൻ കഴിയില്ല. അതിൻ്റെയും മുമ്പ് ഇവിടെ പലരുണ്ട്, അവർക്കൊക്കെ എന്നെ നേതൃത്വം വേണ്ടത് എന്ന് പറയാൻ കഴിയില്ല. അന സയ്യിദുൽ ആദം, ഞാൻ എല്ലാവർക്കും നേതാവാണ്. ആ നേതൃത്വം നൽകപ്പെടുന്ന നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികളെക്കാളും ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയും തന്നെ. അവിടുത്തെ നൂറാണ് സർവ സൃഷ്ടികളെക്കാളും ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. സഹോദരന്മാര്, ഇതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആരും തർക്കിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പറയുമ്പോൾ അത്ര മഹത്വം മുഹമ്മദ് നബിക്കുണ്ടോ എന്നാരും ചിന്തിക്കേണ്ടതില്ല. അങ്ങനത്തെ അല്ലാഹു തന്നെ ബഹുമാനം, അത് മഹത്തരമാണ്. അങ്ങയുടെ സ്ഥാനവും പേരും പ്രശസ്തിയും നമ്മൾ ഉയർത്തിവെച്ചിരിക്കുന്നവരുടെയോ എന്ന് അള്ളാഹു പറഞ്ഞതാണ്. എന്തിനാ അള്ളാഹ് അത്ര കൊടുത്തത് എന്നാരും ആലോചിക്കേണ്ടതില്ല. അങ്ങനെ നൽകപ്പെട്ട വേറൊരു വ്യക്തിയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, വേറെ അമ്പിയാക്കൾക്കൊന്നുമില്ലാത്ത
എത്രയോ ബഹുമതികൾ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുഹമ്മദ് എന്ന പേര് പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, അതുപോലെ തുടങ്ങിയിട്ട് മൂന്ന് സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന പേര് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു വിളിക്കുന്നുണ്ട്. വിളിച്ച ഒരൊറ്റ സ്ഥലത്തും യാ മുഹമ്മദ് എന്ന് പേര് വിളിച്ചിട്ടില്ല. മറിച്ച് പൂർവകാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അവർക്കൊക്കെ അല്ലാഹു വലിയ ആദരവും ബഹുമാനവും നൽകിയിട്ടുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷേ ولم يجالوه في علم ولا كرم وكلهم من رسول الله ملتمس ورفا من البحر أو رفا من الديم. ആ പ്രവാചകന്മാർ ആരെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അവരെക്കാളെല്ലാം സൃഷ്ടിത്തിലും സ്വഭാവത്തിലും ആദരവിലും ബഹുമാനത്തിലും വിജ്ഞാനത്തിലും എല്ലാ മഹിമയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മേലെയാണ്. ആ പ്രവാചകന്മാരാരും തന്നെ നബിയോട് അടുക്കുക പോലും ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഖുർആൻ മറിച്ചു നോക്കിയാൽ യാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരെടുത്ത് ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു വിളിക്കുന്നുണ്ട്. ഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അയ്യാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. യാ ഈസാ ഇന്നി മുതവഫീക വറാഫിക ഇലൈ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അതേ സമയത്ത് നദാഹു ബിസ്മിഹി വമിൻ ഖബ്ലിഹി നാദാ ബിഅസ്മാഇഹിം റുസുലാ. പണ്ഡിതന്മാർ വിവരിച്ചു, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ വന്നപ്പോൾ ആ പ്രവാചകന്മാരെല്ലാം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുള്ള അമ്പിയാക്കളെ മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാരെക്കാളും എല്ലാ സൃഷ്ടികളെക്കാളും ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചതിനാൽ ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന് പേരെടുത്ത് വിളിച്ചിട്ടില്ല. പിന്നെ എന്ത് വിളിച്ചു? വിളിക്കേണ്ട സ്ഥലത്ത് മുഴുവനും സ്ഥാനപ്പേര് വിളിച്ചു. ഞാൻ പോയിട്ട് എന്റെ ബാപ്പയെ പേരെടുത്ത് വിളിച്ചാൽ അത് ബഹുമാനം കുറച്ച് കുറവാണ്. ഹാജി എന്ന് പോയി വിളിച്ചാൽ ബഹുമാനം കുറവാണ്. എന്റെ ബാപ്പയുടെ സ്ഥാനപ്പേര്, എന്റെ ബാപ്പ, ഉപ്പ, വാലിദി, അബി എന്നൊക്കെ വിളിച്ചാൽ അത് ബഹുമാനം. എന്റെ ഉസ്താദിനെ പോയി ഞാൻ അബൂബക്കർ മുസ്ലിയാരെ എന്ന് വിളിച്ചാൽ അത് അനാദരവാണ് എന്ന് നിങ്ങളൊക്കെ പറയും. എല്ലാവർക്കും മനസ്സിലാവും അത് ബഹുമാനം പോരാ. ഈ സമയത്ത് ഉസ്താദ് ശൈഖുന എന്നൊക്കെ വിളിച്ചാലോ സ്ഥാനപ്പേര് വിളിച്ചാലോ അത് ബഹുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെയൊക്കെ ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു അവരെയൊക്കെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സ്ഥലത്ത് പോലും പരിശുദ്ധ ഖുർആനിൽ
ഞാൻ മുഹമ്മദ് എന്ന് വിളിച്ചില്ല. പിന്നെ എന്ത് വിളിച്ചു? സ്ഥാനപ്പേര് വിളിച്ചു. യാ അയ്യുഹൽ മുസമ്മിലു യാ അയ്യുഹൽ മുദ്ദസ്സിറു യാ അയ്യുഹൻ നബിയ്യു യാ അയ്യുഹർ റസൂൽ. ഓ പ്രവാചകരായവരെ, ഓ അയക്കപ്പെട്ട ദൂതരായവരെ, ഓ പുറപ്പെട്ട് മൂടിയ വിശേഷമുള്ള നബിയെ. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച സ്ഥലത്തെല്ലാം അവിടുത്തെ സ്ഥാനപ്പേര് വിളിച്ചു, പേര് കൊണ്ട് വിളിച്ചില്ല. ഇനിയും നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു വ്യഭിചാരം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, കടുത്ത ഭാഷയിൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാ പറഞ്ഞത്. വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഗൗരവത്തിലാണ് ഖുർആൻ പറയുന്നത് വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ഓ ചെറുപ്പക്കാരെ, വളരെ അർത്ഥവത്തായൊരു വാചകമാണത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന ഈ എന്തെല്ലാം ഉണ്ടോ, സിനിമയാണെങ്കിലും ശരി, നൃത്തമാണെങ്കിലും ശരി, നാടകമാണെങ്കിലും ശരി, വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന ഗാനമേളകളാണെങ്കിലും ശരി, എല്ലാം നിഷിദ്ധം തന്നെ. ഒന്നുകൂടി പറയട്ടെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ അവന്റെ വികാര സമരത്തിന് ഏതെങ്കിലും അന്യസ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ അവിടുത്തെ വാചകം കണ്ടില്ലേ, അല്ലൈനാനിഹിനാഹുമെന്നവരു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം. അത് അല്ലുദുനാനി ജുനാഹുമല്ലിസ്തിമാഹു, ശ്രദ്ധിച്ച് കേൾക്കുകയെന്നത് അന്യസ്ത്രീയുടെ ശബ്ദം, അതാ വൈകാരികമായ വിധത്തിന് അല്ലെങ്കിൽ കേട്ടു രസിക്കുകയെന്ന വിധത്തിന് അതാ കേൾക്കുകയെന്നത് കാതിന്റെ വ്യഭിചാരമാണ്. അന്യസ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ പരസ്പരം ആകർഷിപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരം, അത് നാവിന്റെ വ്യഭിചാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കണിശമായി പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വ്യഭിചാരത്തിന്റെ ആ മുഖങ്ങളിൽ നിന്ന് തന്നെ തടയുകയാണ്. ലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ചെറുപ്പക്കാരെ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളൂ ചെയ്ത് കിടന്നുറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. ആ ഉറങ്ങുന്ന സമയത്ത് 33 സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, 33 അൽഹംദുലില്ലാഹ് പറയാൻ, ഒരു 34 അല്ലാഹു അക്ബർ പറയാൻ, അങ്ങനെ 100 ദിക്റുകളെല്ലാം അതിലൂടെ 1000 പ്രതിഫലം നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയത്ത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് 1000 പ്രതിഫലം 100 ദിക്റിലൂടെ നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിന്റെ ശർറിൽ നിന്ന് കാവൽ ലഭിക്കാൻ അൽ ബഖറയുടെ ആദ്യവും അൽ ബഖറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുൽ കുർസിയും അൽ ബഖറയുടെ അവസാനവും പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ്. വേറെയും ചില ദിക്റുകൾ നിർദ്ദേശിക്കുകയാണ്. എന്നാൽ ഞാൻ വേദനയോടെ പറയട്ടെ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വ്യഭിചാരം നടത്തി കിടന്നുറങ്ങുന്നവരുണ്ട്. ഇങ്ങനെ അന്യപെണ്ണിന്റെ ശബ്ദവും കേട്ട് കിടന്നുറങ്ങുന്നവർ, അത് കാതിന്റെ വ്യഭിചാരമാണ്. അത് അന്യപെണ്ണിന്റെ ശബ്ദം കേൾക്കലെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ, അന്യപെണ്ണിന്റെ ശബ്ദവും കേട്ടല്ല കിടന്നുറങ്ങേണ്ടത്. അത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ട്യൂണും കേട്ടല്ല കിടന്നുറങ്ങേണ്ടത്. നമ്മുടെ മൊബൈലുകളിൽ അന്യപെണ്ണിന്റെ നമ്പറുകളുണ്ടോ, ഡിലീറ്റ് ചെയ്തോളണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് സ്നേഹപ്രകടനത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. വ്യഭിചാരം മാരകമായ തെറ്റാണ്, കളവ് നടത്തൽ മാരകമായ തെറ്റാണ്, വാക്കുപാലിക്കാതിരിക്കുന്നത് തെറ്റാണ്, കുടുംബബന്ധം മുറിക്കുന്നത് തെറ്റാണ്, ചീത്ത പറയുന്നത് തെറ്റാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ പറയട്ടെ, എത്രയെത്ര തെറ്റുകളുണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച തെറ്റുകൾ.
പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും എഴുതുന്നതും സാക്ഷി നിൽക്കുന്നതും എല്ലാം കടുത്ത തെറ്റ് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടതെല്ലാം കടുത്ത തെറ്റാണ്. പലിശ യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. പലിശ മുതലിനെ അല്ലാഹു മായ്ച്ചു കളയുമെന്നവൻ പറഞ്ഞതാണ്. ധർമ്മം ചെയ്യുന്ന മുതലിനെ അവൻ വളർത്തുമെന്നത് ഖുർആൻ പറഞ്ഞതാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലിശയിലൂടെ പണത്തിന്റെ കൊഴുപ്പുകൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നു. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ഇവിടെ സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചു. പലിശയാണ് കാരണമെന്ന് എല്ലാവരും തലകുടിച്ച് സമ്മതിക്കുന്നില്ലേ? 1500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പഠിപ്പിച്ച നേതാവിന്റെ തത്വം അമേരിക്ക അടക്കം പഠിക്കുന്നു. സഹോദരന്മാരെ, ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് വ്യഭിചാരം കടുത്ത തെറ്റി, പലിശവാകുന്നത് കടുത്ത തെറ്റി. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരുപാട് തെറ്റുകൾ ലോകത്ത് പറയപ്പെട്ടിട്ടുണ്ട്. സർവ്വ തെറ്റുകളെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മാർജ്ജനം ചെയ്യാൻ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. മദ്യപാനം കടുത്ത തെറ്റി, എല്ലാ തെറ്റിന്റെയും തുടക്കമാണത്, അതിന്റെ എല്ലാത്തിന്റെയും കേന്ദ്രമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ നോക്കൂ. ആ തെറ്റുകളെല്ലാം, അതിന്റെ ശിക്ഷകളെല്ലാം ഖുർആനും ഹദീസും വളരെ വ്യക്തമായി വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു തെറ്റി പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നു. എന്താണ് ആ തെറ്റി? എന്താണ് ആ മാരകമായ തെറ്റി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കി ചീത്ത പറയാനല്ല, അത് വലിയ തെറ്റാണെന്ന് പറയേണ്ടതില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലൊരു മനുഷ്യനാണെന്ന് പറയാനല്ല, അത് വലിയ തെറ്റാണെന്ന് പറയേണ്ടതില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വിശ്വാസമില്ലാത്തവന്റെ പ്രവചനങ്ങളും വാക്കുകളുമായിരിക്കും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. ഇന്നീ ലസ്തു മിസ്ലക്കും, ഇന്നീ ലസ്തു മിസ്ലക്കും, നിശ്ചയമായും ഞാൻ, ആർക്കും തർക്കം വേണ്ട, ആണയിട്ട് പറയുകയാണ്. ഇന്നീ നിശ്ചയമായും ഞാൻ ലസ്തു മിസ്ലക്കും, നിങ്ങളെപ്പോലെയല്ല, നിങ്ങളെപ്പോലെയല്ല. ഇമാം ബുഖാരി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറയുന്നു, ഇന്നീ ലസ്തുക അഹദിൻ മിൻകും. അതും ഇമാം ബുഖാരി എന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. അവിടുന്ന് തന്നെ പറയുന്ന മറ്റൊരു റിപ്പോർട്ട് ഇമാം ബുഖാരി തന്നെ അതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നീ ലസ്തുക ഹൈഅതികും, ഞാൻ നിങ്ങളുടെ രൂപഭാവത്തിലല്ല, ഞാൻ നിങ്ങളുടെ പ്രകൃതിയിൽ അല്ല, ഞാൻ മനുഷ്യനാണ്, പക്ഷേ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ അല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഖുൽ, പറയൂ നബിയേ, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യൻ മാത്രമാണ്, ഞാൻ മലക്കല്ല, ജിന്നല്ല. നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യൻ മാത്രമാണ്, ഞാൻ ജിന്നല്ല, മലക്കല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണെന്നല്ല പറഞ്ഞത്. മറിച്ച് ഇന്നമാ അന ബശറുൻ, നിശ്ചയമായും ഞാൻ മനുഷ്യൻ മാത്രമാണ്, ജിന്നല്ല, മലക്കല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല. നിങ്ങൾ മനുഷ്യരായതുപോലെ, നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് ഞാനെന്നല്ല, നിങ്ങൾ മനുഷ്യരായതുപോലെ. പക്ഷേ നിങ്ങളെപ്പോലെയല്ല ഞാൻ. എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു, എന്നിലേക്ക് സന്ദേശം നൽകപ്പെടുന്നു. ആ വഹി കൊണ്ടുവരുന്നത് ആരാണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ജിബ്രീലിന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അത്തരം ഒരു പ്രകൃതി നിങ്ങൾക്കില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ പറ്റുന്ന കണ്ണ് നിങ്ങൾക്കില്ല. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ സഹാബികൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ജിബ്രീലാണെന്ന് മനസ്സിലായിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി കൊണ്ടുവരുമ്പോൾ
മണിയടിക്കുമ്പോഴത്തെ ശബ്ദമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സൈറൻ മുഴങ്ങുന്ന ശബ്ദം പോലെയുണ്ട്. പക്ഷേ ആ ശബ്ദം സഹാബത്ത് കേൾക്കാറില്ല. സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശബ്ദം കേൾക്കാനുള്ള പ്രകൃതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനുള്ള പ്രകൃതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമുമായി ബന്ധപ്പെടാനുള്ള പ്രകൃതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. സഹാബികൾക്കൊന്നും അതില്ല. പിന്നെ നമ്മളെ കാര്യം പറയണോ? പിന്നെ എങ്ങനെ നമ്മളെ പോലത്തെ മനുഷ്യൻ? അല്ല, യൂഹാ ഇലയ്യ, അങ്ങയിലേക്ക് വഴിയറിയിക്കപ്പെടുന്നു. നിങ്ങൾ മനുഷ്യരായതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ മാത്രമാണ്, മലക്കല്ല, ജിന്നല്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള മനുഷ്യനല്ല. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ദൈവം ആരാധനക്കർഹനൊന്നേ ഉള്ളൂ എന്ന് വഹിയറിയിക്കപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ, നിങ്ങളെപ്പോലെയല്ല. പരിശുദ്ധ ഖുർആനും അത് തന്നെയാണ് പഠിപ്പിച്ചത്. അതിന്റെ വ്യാഖ്യാനം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നീ ലസ്തു മിസ്ലക്കും, ഞാൻ നിശ്ചയം നിങ്ങളെപ്പോലെ അല്ല. ഇന്നീ ലസ്തു കാരില്ലിങ്കും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇന്നീ ലസ്തു കഹയ്യത്തിക്കും, ഞാൻ നിങ്ങളുടെ രൂപഭാവത്തിൽ അല്ല. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ, നമ്മെപ്പോലുള്ളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കളഞ്ഞവരുണ്ട് ഇവിടെ. അല്ലാഹു അവർക്ക് ഈമാനിലേക്ക് തിരിച്ചു വരാൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിങ്ങളെപ്പോലെ അല്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ലെന്ന് പറയുമ്പോൾ, അത് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെതിരെ പ്രസ്താവിക്കുന്നവൻ പാരത്രിക ലോകത്തവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓ മുസ്ലിമീങ്ങളെ നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്കൂ. സ്വന്തം നേതാവിനെ ജയിച്ച് പറയുന്നവൻ അവനെ പോലെ ആരാണ് ചിന്തയില്ലാത്തവനെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇരിക്കട്ടെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലുള്ള മനുഷ്യരാണെന്ന് പറഞ്ഞതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതൊക്കെ അതിനേക്കാളൊക്കെ വലിയ തെറ്റാണ്. എന്നാൽ ഒരു ചെറിയ കാര്യമാണെന്ന് നമുക്ക് തോന്നുന്ന വിഷയം, പക്ഷേ അല്ലാഹുവിങ്കലത് വലിയ കാര്യം. വ്യഭിചാരത്തെക്കാൾ, കളവിനേക്കാൾ, വഞ്ചനയേക്കാൾ, കുടുംബബന്ധം മുറിക്കുന്നതിനേക്കാൾ, അതേ മറ്റ് പലതിനേക്കാളും വലിയ ഒരു തെറ്റ് പരിശുദ്ധ ഖുർആൻ എടുത്തു കാണിക്കുന്നു. എന്താണത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅ്ലികും ലിബഅദ് അൻ തഹ്ബത അഅ്മാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ നോക്കൂ, ഖുർആൻ പറയുന്നത് നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ച ജനങ്ങളെ, ഓ മുഅ്മിനീങ്ങളെ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വിശ്വാസം ഉൾക്കൊണ്ടവരെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ വിളിക്കുന്ന ശൈലിയാണ് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ. അബൂജഹല്, ഉത്ബത്ത്, ശൈബത്ത് തുടങ്ങിയവരെ അല്ലാഹു തആല വിളിക്കുന്ന ശൈലി ഖുർആനിലുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുൽ പറയുന്നത് യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ. കാരണം അല്ലാഹുവിൽ അബൂജഹൽ വിശ്വസിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ അവരെ സംബന്ധിച്ച് പല സ്ഥലത്തും പറഞ്ഞു കഫറൂ ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലും റസൂലിലും അവിശ്വസിച്ചവരാണ്. ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞു വഹും യക്ഫറൂന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ അവിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ
ആവർത്തിച്ച് അബൂജഹലും മറ്റു സൈബത്ത് തുടങ്ങിയ മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച് ഖുർആനെ ആവർത്തിച്ച് പറഞ്ഞു. യക്ഫറൂന ബിർറഹ്മാൻ, അവർ റഹ്മാനായ അല്ലാഹുവിനെ വിശ്വസിക്കുന്നു. കഫറൂ ബില്ലാഹ്, അവർ അല്ലാഹുവിനെ അവിശ്വസിക്കുന്നു. കഫറൂ ബിറബ്ബിഹിം, അവരുടെ റബ്ബിൽ അവർ അവിശ്വസിക്കുന്നു. ഒരൊറ്റ സ്ഥലത്തും മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു തആല കഫറൂ ബില്ലാഹി എന്നല്ലാതെ ആമനൂ ബില്ലാഹി എന്ന് പറഞ്ഞിട്ടില്ല, ആമനൂ ബിറസൂലിഹി എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ചിലർ തെറ്റിദ്ധരിച്ചവരുണ്ട്. അബൂജഹലും മറ്റു ശൈബത്തുമൊക്കെ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു, അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നു എന്നാണ് അവർക്ക് വന്നിട്ടൊരു മൗലവി പറഞ്ഞത്. അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ച് അതിന് മറുപടി പറഞ്ഞു. നിങ്ങളൊക്കെ കേട്ടു നോക്കണം. അബൂജഹലിന്റെ കുഫ്രി, സലഫിയുടെ മദ്ഹ് എന്ന സീഡി 11 ബഹുമാനം അബൂജഹലിന് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം. ആ 11 ഖുർആനിൽ ഇടുക. അബൂജഹൽ വിശ്വസിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. അബൂജഹലും കക്ഷികളും നരകത്തിൽ കടന്നാൽ ആ നരകത്തിൽ വെച്ച് അവരോട് അവരെന്തുകൊണ്ട് നരകത്തിൽ കടന്നു അതിനെ സംബന്ധിച്ച് അവിടെ ചർച്ചയുണ്ട്. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് നരകത്തിൽ കടന്നു. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അസീം, ലാ യുഅ്മിനു ബില്ലാഹിൽ അസീം, അല്ലാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നില്ല, അതുകൊണ്ട് നരകത്തിൽ കടന്നു. ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. അപ്പൊ അബൂജഹൽ ഓരോ നിരക്കും അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. ഞാനത് ആയത്തുകൾ ഉദ്ധരിച്ച് വ്യക്തമായി സംസാരിച്ചപ്പോ അവിടെ വന്ന് പ്രസംഗിക്കുന്ന എന്റെ പ്രതിപക്ഷത്തുള്ള പണ്ഡിതൻ പറഞ്ഞു, എന്താ പറഞ്ഞറിയോ, അബൂജഹൽ പരിപൂർണ മൂമിനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഏതായാലും അബൂജഹൽ ഒരു ഭാഗികമായ മൂമിനാണ് എന്നായി മൂപ്പര് പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഒരണുമണിത്തൂക്കം ഈമാൻ, നിസ്ഖാലു ദർറത്തിൻ മിൻ ഈമാൻ, ഈമാനിന്റെ ഒരു ശകലം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കിടക്കും. അവൻ സ്വർഗത്തിൽ കിടക്കും. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അവന്റെ തെറ്റി അല്ലാഹു മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് മാത്രം അവനെ നരകത്തിൽ ശിക്ഷിച്ചതിന് ശേഷം പിന്നെ അവനെ സ്വർഗത്തിൽ കടത്തും. അബൂജഹൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട, അവനൊരു കാലത്തും സ്വർഗത്തിൽ കടക്കൂല. കാരണം അവൻ പരിപൂർണ മോമിനുമല്ല, ഒരു ശകലം മോമിനുമല്ല, അങ്ങനെ ഒരു പകുതി മോമിനും അല്ല. ഈമാനിന്റെ ശകലം അബൂജഹലിനുണ്ടായിട്ടില്ല, മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല അവിശ്വാസികളെ എന്ന് വിളിക്കാൻ പറഞ്ഞത്. പകുതി മോമിനുകളെ എന്ന് വിളിക്കാനല്ല പറഞ്ഞത്, അവിശ്വാസികളെ. സഹോദരന്മാര്, അപ്പൊ മുഅ്മിനീങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് വിശ്വസിക്കുന്നവരാണ് അല്ലാഹുവിൽ വിശ്വസിച്ചവർ. അത് എന്റെ വകയിൽ പറഞ്ഞതല്ല. സഹീഹുൽ ബുഖാരി മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത്തദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? അത്തദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോ അള്ളാഹിന് ഉത്തരം മുട്ടിയിട്ട് പറഞ്ഞാൽ അള്ളാഹുവിന് വിശ്വാസാവോ? ആവൂല. ആരാ ഭക്ഷണം തരുന്നത്? ആരാ ഭക്ഷണം തരുന്നത്? ഉത്തരം മുട്ടിയിട്ട് അള്ളാഹ് എന്ന് അബൂജഹൽ മറുപടി പറയാറുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് വിശ്വാസാവൂല. ആരാണ് ആകാശഭൂമികൾ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹ് എന്ന് ഉത്തരം മുട്ടിയിട്ട് അബൂജഹൽ മറുപടി പറയാറുണ്ട്. അത് ഖുർആൻ പറയുന്നുണ്ട്, അള്ളയാണ് അവർ പറയും. കാരണം വേറെ മറുപടി പറയാനില്ലാത്തതുകൊണ്ട് ഉത്തരം മുട്ടിയിട്ട് പറയാൻ. അതുകൊണ്ട് വിശ്വാസാവൂല. വിശ്വാസം എന്നത് ഹൃദയത്തിലുള്ളതാണ്. ഹൃദയം കാണുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് പറയുന്നത് കഫറൂബില്ല, അവർ അള്ളാഹുവില്ല വിശ്വസിച്ചവരാണ്, വിശ്വസിച്ചവരല്ല. നാവ് കൊണ്ടവർ പറയുന്നത് നോക്കണ്ട. അതുകൊണ്ടവർ ആകാശം ഭൂമിപ്പെടുത്തി അവരോടൊന്ന് പറയും. അതുകൊണ്ട് അത് വിശ്വാസാവൂല. എന്താണ് വിശ്വാസം? അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹൽ തദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിന്റെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സഹാബത്ത് അല്ലാഹു റസൂലുഹു അലം അതബോടുകൂടെ പറഞ്ഞു. മറുപടി പറഞ്ഞത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, അവൻ ഏതു നിലക്കും ഏകനാണ്, അവൻ ഒരു വിധത്തിലും ഒരു കൂറുകാരനുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞേച്ച വ്യക്തിയാണ്. ഇത് മനസ്സിലുറപ്പിച്ചു നാവുകൊണ്ട് പ്രഖ്യാപിക്കണം. അതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. ആ വിശ്വാസമുള്ളവരെ അല്ലാഹു വിളിക്കുന്ന ശൈലിയാണ്
അതേ യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, അവിടുന്ന് അതാ ഖുർആൻ വിളിച്ചുകൊണ്ട് പറയുന്നു, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നിങ്ങൾ, ഓ വിശ്വാസമുള്ള ജനങ്ങളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ഒരിക്കലും ശബ്ദമുയർത്തരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തിന്റെ മേലെ നിങ്ങൾ ശബ്ദമുയർത്തരുത്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദ്. നിങ്ങൾ പരസ്പരം സാധാരണക്കാര് തമ്മിൽ ഉറക്കെ സംസാരിക്കുന്നത് പോലെ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഉറക്കെ സംസാരിക്കരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, നിങ്ങൾ ഉറക്കെ സംസാരിക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തിന്റെ മേലെ നിങ്ങളുടെ ശബ്ദം പൊങ്ങരുത്. നിങ്ങൾ നബിയോട് സംസാരിക്കുമ്പോൾ വളരെ പതുക്കെയല്ലാതെ സംസാരിക്കരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹ്രി ബഅദികും ലിബഅദ്, നിങ്ങളിൽ ചിലരോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ സംസാരിക്കരുത്. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. കണ്ടോ, നിങ്ങൾ വ്യഭിചാരത്തിന് കടുത്ത ശിക്ഷ പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ കടക്കും, ഗുഹ്യസ്ഥാനങ്ങളിൽ ചീന്തലങ്ങൾ ഒരുക്കും, ആ സ്ഥലം കൊണ്ട് നരകവാസികൾ തന്നെ വേദനിക്കും, പ്രയാസപ്പെടും. ഓ സഹോദരന്മാരെ, കള്ളു കുടിച്ചവൻ വല്ലാതെ പ്രയാസപ്പെടും. പലിശ വാങ്ങിയവൻ അവന്റെ വയറ് തടിച്ച് പൊങ്ങും, അതിന്റെ നേരെ ആളുകൾ കയറിയിറങ്ങും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തെറ്റ് ചെയ്ത പലർക്കും ഒരുപാട് ശിക്ഷകൾ ഖുർആനും ഹദീസും പറയുന്നുണ്ട്. പക്ഷേ ഇന്നൊരാൾ കള്ളു കുടിച്ചാൽ, ഇന്നൊരാൾ കള്ളു കുടിക്കുന്നത് വരെ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ചെയ്തത് ശിക്ഷട്ടൂതല്ലാതെ അതുവരെ ചെയ്ത സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, കള്ളുകൂടെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുപോലുള്ള ഒരു തെറ്റിനെ സംബന്ധിച്ചും അതുവരെ ചെയ്ത സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലൊരു മനുഷ്യനാണെന്ന് പറയണമെന്നില്ല, മുഹമ്മദ് നബിയെ ചീത്ത പറയണമെന്നില്ല, മുഹമ്മദ് നബിയെ ധിക്കരിക്കുന്നത് പ്രഖ്യാപിക്കണമെന്നില്ല. ഇങ്ങനത്തെ ഒന്നും വേണ്ട. നബിയുടെ സദസ്സിൽ നിന്ന് ശബ്ദമുയർത്തി സംസാരിച്ചു പോയാൽ മതി. സംസാരിച്ചത് ഹറാമായ വാക്കാകണമെന്നില്ല, നല്ല വാക്ക് തന്നെ, ഹലാലായത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ ആ സംസാരം അല്പം സൗണ്ട് കൂടിപ്പോയാൽ, ആ സംസാരം അദബ് കുറഞ്ഞു പോയാൽ പറയുന്ന ശിക്ഷ കണ്ടോ, അൻതഹ്ബത അഅ്മാലുകും, നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും കേട്ടോ. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളറിയാത്ത വിധം. അപ്പോൾ നാം അറിയാതെ നമ്മുടെ മുൻകാലത്തുള്ള അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്ന് പറയുന്ന ഏറ്റവും വലിയ തെറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ശബ്ദം കൂട്ടി സംസാരിക്കുക. അപ്പൊ എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബഹുമാനം നൽകിയത്, എത്രയാണ് ബഹുമാനിക്കാൻ നമ്മളോട് കൽപ്പിച്ചത്. ഇനിയും നിങ്ങൾ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ജല്ല ജലാലുഹു സ്ഥാനപ്പേര് ആണ് വിളിച്ചിട്ടുള്ളത്. ഖുർആനിൽ പേര് വിളിച്ചില്ലെന്ന് പറഞ്ഞു. എന്നാൽ അത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓ ജനങ്ങളെ, ലാ തജഅലൂ ദുആ അർ-റസൂൽ ബൈനകും കദുആഇ ബഅദികും ബഅദാ.
നിങ്ങൾ പരസ്പരം സാധാരണക്കാർ വിളിക്കുന്നത് പോലെ, നിങ്ങൾ പരസ്പരം സഹാബികളെ നിങ്ങൾ പരസ്പരം വിളിക്കും പോലെ നിങ്ങൾ ഒരിക്കലും മുഹമ്മദ് നബിയെ വിളിച്ചു പോകരുത്. ലാ തജാലൂ ദുആഅ الرسول ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ യാ മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കരുത്. നിങ്ങൾ വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കണം? യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ റഹ്മത്തൽ ലിൽ ആലമീൻ, യാ ഖായിദൽ ഗുർബിൽ മുഹജ്ജരീൻ, യാ ശഫീഅൽ മുദ്നിബീൻ, യാ മൽജഅൽ ഫുഖറാഇ വൽ മസാകീൻ, യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ, യാ ഖാതിമൻ നബിയ്യീൻ. നിങ്ങൾക്ക് അവിടുത്തെ സ്ഥാനത്തേറ് കൂട്ടി എന്നൊക്കെ വിളിക്കാമോ? നിങ്ങൾ വിളിച്ചോളൂ. യാ മുഹമ്മദ് എന്ന് വിളിക്കാനേ പാടില്ല. ഓ സഹോദരന്മാരെ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു ചെറിയ സംശയം വരാൻ സാധ്യതയുണ്ട്. എന്താണ് സംശയം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ 2 കണ്ണിനും കാഴ്ചയില്ല, എന്റെ കാഴ്ച എന്ന് കിട്ടണം നബിയേ. കാഴ്ചകൾ നൽകേണ്ടത് അല്ലാഹുവാണ്, ഉറപ്പാണ്. എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തർക്കമില്ല. അതിനൊരു മുസ്ലിമിനും തർക്കമുണ്ടാകാൻ നിവൃത്തിയില്ല. 1-ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചതാണ്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ശർറും രണ്ടും കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, രണ്ടും സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലേ, നമ്മൾ പഠിച്ചതാണ് കുല്ലും മിന്നില്ല, എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണ്. നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതിയതാണ്. അമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. എന്ത് ഗുണമുണ്ടോ അത് മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണ്. നമ്മൾ ഓതിപ്പടിച്ചതാണ്, നമ്മൾ വിശ്വസിക്കുന്നതാണ്. എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തർക്കമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അല്ലാഹു ഹുവൽ മുഅ്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നവനാണ്. ഞാൻ ആരാണ്? ഇന്നമാ അന ഖാസിമുൻ, ഞാൻ വിതരണം ചെയ്യുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഞാൻ വിതരണം ചെയ്യുന്നവനാണ്, സപ്ലൈ ചെയ്യുന്നവനാണ്. കൊടുക്കുന്ന ഉടമസ്ഥൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അല്ലാഹു കൊടുക്കുന്നു. അല്ലാഹു അവന്റെ കൊടുതിക്ക് നിമിത്തമായി, ഏറ്റവും വലിയ നിമിത്തമായി സൃഷ്ടിച്ചു വെച്ച വ്യക്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ലോകത്ത് പലരും മുഖേനയും അല്ല പലതും കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഖേന, കോടതി മുഖേന രാജ്യത്ത് സമാധാനം നൽകുന്നുണ്ട്. സമാധാനം നൽകുന്നവൻ അല്ലാഹുവാണ്. പോലീസ് നിമിത്തമാണ്, നിയമങ്ങൾ നിമിത്തമാണ്. ഇതുപോലെ രാജാക്കന്മാർ പലതിനും നിമിത്തമാണ്. അത് ഡോക്ടർമാർ രോഗശമനത്തിന് നിമിത്തമാണ്, മരുന്നുകൾ രോഗശമനത്തിന് നിമിത്തമാണ്. അങ്ങനെ പലതിനും പല നിമിത്തങ്ങളും ഉള്ള വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ നന്മയുടെയും നിമിത്തമായി ഒരേ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു, അനഖാസിമുൻ, ഞാൻ വിതരണം ചെയ്യുന്ന വ്യക്തിയാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെ വിതരണം ചെയ്യുന്ന വ്യക്തി എന്ന നിലക്ക് അത് തന്നെ നിങ്ങൾക്ക് കാണാം. സഹീഹുൽ ബുഖാരിയിൽ അവിടുന്ന് പറഞ്ഞു, ചോറുകളുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരു റിപ്പോർട്ടിൽ അതെന്റെ കയ്യിൽ വെക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയുടെ സ്റ്റോറുകളുടെ താക്കോലുകൾ എന്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നു. താക്കോല് നൽകപ്പെട്ട വിതരണം ചെയ്യുന്ന വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. താക്കോലില്ലാതെ തുറക്കാൻ കഴിയുമോ സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സർവ സ്റ്റോറുകളുടെയും താക്കോലാണെന്ന് പറഞ്ഞത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വിശ്വസിക്കുന്നവരല്ലേ സഹാബത്ത്? ആ വിശ്വാസമുള്ള സഹാബത്ത് നബിയെ സമീപിച്ചുകൊണ്ട് ഒരു ദിവസം ഒരാൾ പറഞ്ഞതാണ്, നബിയേ, രണ്ട് കണ്ണിനും കാഴ്ചയില്ല, കാഴ്ച വേണം നബിയേ, തങ്ങൾ വാങ്ങിത്തരണം നബിയേ. ഉടമസ്ഥൻ അള്ളയാണ്, താക്കോല് നൽകപ്പെട്ടവർ അള്ളാഹുവിന്റെ റസൂലാണ്, വിതരണം ചെയ്യുന്നവർ അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് തന്നെ നബിയോട് വന്ന് പറയുന്നു. അവിടുന്ന് എന്ത് പറഞ്ഞു? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നന്നായി അറിയാം എന്നോട് പറഞ്ഞതിനർത്ഥം സൃഷ്ടാവാണെന്ന നിലക്കല്ല, ഉടമസ്ഥനാണെന്ന നിലക്കല്ല. ഉടമസ്ഥനാണെന്ന നിലക്ക് എന്നോട് ആരും ഒന്നും മുഅ്മിനീങ്ങൾ ചോദിക്കൂല. അവർ ചോദിക്കുന്നത് ഉടമസ്ഥനായ റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണം, നിമിത്തം, വിതരണക്കാരൻ എന്ന നിലക്കാണ് ചോദിക്കുന്നത് എന്ന് അവിടുത്തേക്ക് അറിയാം. അതുകൊണ്ട് അവിടുത്തോട് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തതിന്റെ ആവലാതി അവിടുത്തോട് പറഞ്ഞപ്പോൾ അതിന് ഒരു തകരാറും അവിടുന്ന് കണ്ടില്ല. എന്നോടൊക്കെ തേടാൻ പാടില്ലെന്നൊന്നും അവിടുന്ന് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകി. വിതരണം ചെയ്യുന്ന ആൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ ചിലപ്പോ ഒരു ഹോട്ടലിൽ കയറി അവിടെ സപ്ലൈ ചെയ്യുന്നതാണ്, അവിടെ ഇരിക്കണമെന്ന് പറയും, ചിലപ്പോ ഇവിടെ ഇരിക്കണമെന്ന് പറയും, ചിലപ്പോൾ മോള് കയറണമെന്ന് പറയും, ചിലപ്പോ വീണ്ടും ചെയ്യണമെന്ന് പറയും. കല്യാണ വീട്ടിൽ ചെന്നവര് വിതരണം ചെയ്യുന്ന ആള് വെറുഞ്ചോറ് ഇടുന്ന ആളോ, നിങ്ങൾക്ക് വേറെ തന്നെ സെക്ഷൻ ഉണ്ട്, അവിടെ ഇരിക്കണം. ചിലപ്പോ നെയ്ച്ചോറ് ഇടുന്ന ആളാ, നിങ്ങൾക്ക് അവിടെ സെക്ഷൻ ഉണ്ട്. വിതരണം ചെയ്യാത്ത നിർദ്ദേശങ്ങൾ ഉണ്ടാവും. ആ നിർദ്ദേശം സ്വീകരിക്കാതിരുന്നാൽ സംഗതി കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിതരണം ചെയ്യുന്ന ഖാസിം, വിതരണം ചെയ്യുന്ന വ്യക്തി, അവിടുത്തെ ഒരു പേര് തന്നെയാണത്, ഖാസിം. ഖാസിമായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് പറഞ്ഞപ്പോൾ നിർദ്ദേശം, നന്നായി ഒന്ന് ഒതുവെടുക്കൂ മോനെ, നന്നായി ഒന്ന് ഒതുവെടുക്കൂ, നന്നായി ഒതുവെടുക്കും. നന്നായി ഒതുവെടുക്കാന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം കഴിക്കുന്നത് 4 പ്രാവശ്യം കഴിക്കാനല്ല, അത് വെടക്കാവല. നിർദ്ദേശിച്ചതുപോലെ ചെയ്യുക, അതിനാണ് നന്നായി ചെയ്യുക. എന്നിട്ട് 2 റക്അത്ത് നിസ്കാരം നന്നായി തന്നെ നിർവഹിക്കുക. നിസ്കാരം അതൊരു സാധാരണ കർമ്മമല്ല. അത് അല്ലാഹുവും അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായും മുഅ്മിനായവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഇബാദത്താണ് നിസ്കാരം. നിസ്കാരം ആദ്യം തന്നെ അല്ലാഹു അക്ബർ എന്ന ദിക്ർ നിയ്യത്തോടുകൂടി, പിന്നീട് അല്ലാഹുവിനോട് പ്രതിജ്ഞ, പിന്നീട് സൂറത്തുൽ ഫാത്തിഹ ഖുർആനോത്തി, അങ്ങനെ പിന്നീട് ദിക്റുകൾ കൂട്ടത്തിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന ഒരു ദിക്ർ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റവും അടുത്ത സഹാബിയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കപ്പെടാൻ ഒരു ദിക്ർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമാഅത്തിലെത്താൻ അല്പം വൈകിപ്പോയി, കാരണം കൊണ്ടാണെങ്കിലും വരുന്ന സമയത്ത് റുകൂഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇമാമിനെ കണ്ടപ്പോൾ എന്റെ റക്അത്ത് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് ആത്മാർത്ഥമായെന്ന് പറഞ്ഞു. അപ്പോൾ ഓർഡർ വന്നു, ഇനി റുകൂഇൽ നിന്ന് വരുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറിന് പകരം സമി അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹുവിനെ സ്തുതിച്ചവരുടെ സ്തുതി അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന അർത്ഥത്തിലുള്ള ദിക്റുകളിലും വല്ലാത്തൊരു സ്തുതി അബൂബക്കർ സിദ്ദീഖ് സ്തുതിച്ചിട്ടുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ സ്മരിക്കപ്പെടണം. അതിനുവേണ്ടി സമി അല്ലാഹു ലിമൻ ഹമിദ എല്ലാ ഔലിയാക്കളുടെയും നേതാവായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുന്ന ഒരു ദിക്ർ, പിന്നെയും ദിക്ർ. അതിങ്ങനെ പോയി അവസാനം സുജൂദ്, അല്ലാഹുമായി ഏറ്റവും അടുക്കുന്ന സമയം, അഖ്റബുമായ ഖൂറുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, അല്ലാഹുമായി ഏറ്റവും അടുക്കുന്ന സമയം. അല്ലാഹുമായിട്ട് അടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്ഥലകാല അതീതനാണ്. അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല, അവനൊരു സ്ഥലത്തല്ല. അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. സ്ഥലങ്ങളൊക്കെ അവൻ പഠിച്ചതാണ്. അതുകൊണ്ട് അല്ലാഹു ഇന്ന സ്ഥലത്താണ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ ഏറ്റവും വലിയ വിവരക്കേട് പറഞ്ഞവരും അവൻ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകുന്നവരുമാണ്. പിന്നെ അള്ളയുമായിട്ട് അടുത്തു എന്ന് പറഞ്ഞാൽ സുജൂദിൽ അള്ളയുമായിട്ട് അടുത്തു എന്ന് പറയുമ്പോൾ ആർക്കും തോന്നണ്ട അള്ള മണ്ണിന്റെ ഉള്ളിലാണ്. കാരണം സുജൂദിൽ അടുത്തു എന്ന് പറയുമ്പോൾ താഴോട്ടാണല്ലോ പോകുന്നത്. അപ്പൊ മണ്ണിന്റെ ഉള്ളിലാണ് അള്ളാഹ് അതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കണ്ട. അള്ളാഹു താല മേലെയും താഴെയും മണ്ണിന്റെ ഉള്ളിലും മേലെയും അങ്ങനെയൊന്നും അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല. അള്ളാഹു താല സ്ഥലകാലാതീതനാണ്. ഇരിക്കട്ടെ സഹോദരന്മാര്,
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് ഏറ്റവും അല്ലാഹുമായി അടുക്കുന്ന സമയം സുജൂദ്. എല്ലാ സുജൂദും കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹുവിന് കാഴ്ചവെക്കലാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. സർവ്വ വിഷയങ്ങളും അല്ലാഹുവിന് കാഴ്ചവെക്കും. അല്ലാഹുവിന് കാഴ്ചവെക്കുമ്പോൾ പിന്നെ അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാഴ്ചവെക്കാതിരിക്കാൻ പറ്റുമോ? വറഫഅനാ ലക ദിക്റക, നബിയെ തങ്ങളെ പറയലും തങ്ങളുടെ സ്മരണയും തങ്ങളുടെ പേരും നമ്മൾ ഉയർത്തിവെച്ചിരിക്കുന്നു. എവിടെയൊക്കെ അല്ലാഹുവിനെ പറയുന്നുണ്ടോ അവിടെയെല്ലാം അങ്ങനെ പറയും. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അത്തഹിയ്യാത്ത് സർവ്വ തഹിയ്യത്തുകളും സർവ്വ തിരുമുൽ കാഴ്ചകളും ലില്ലാഹ് അല്ലാഹുവിനാണ്. എന്നാൽ നമുക്കറിയാം സലാം ചൊല്ലുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് തഹിയ്യത്ത് എന്നാണ്, അല്ലേ? ഇലാഹിയ്യത്തുൻ ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അത്രയെങ്കിലും അങ്ങോട്ട് മടക്കണം, കൂടുതൽ മടക്കുന്നത് ഉത്തമമാണ്. അതിനുള്ള പറഞ്ഞ ആയത്തിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കാഴ്ചവെക്കപ്പെട്ടാൽ എന്നല്ലേ. തഹിയ്യത്തുഹും ഫീഹാ സലാം, അവരുടെ തഹിയ്യത്ത് അവിടെ സ്വർഗത്തിൽ സലാമാണ്. തഹിയ്യത്ത് പരിശുദ്ധ ഖുർആൻ സലാമിനെ കുറിച്ച് പറയുന്ന ഭാഷയാണ് തഹിയ്യത്ത്. ആ തഹിയ്യത്ത് കാഴ്ച അല്ലാഹുവിനെ വെച്ച് നിസ്കരിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിന് കാഴ്ചവെക്കാൻ പഠിപ്പിച്ചതാരാണ്? അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയതാരാണ്? അല്ലാഹുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ അല്ല തന്നെ തെരഞ്ഞെടുത്ത മധ്യവർത്തി ആരാണ്? നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് എത്താൻ നിങ്ങൾ മുറുകെ പിടിക്കേണ്ട മധ്യവർത്തി ആരാണ്? അതല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് കാഴ്ചവെച്ച ഉടനെ ഈമാനുള്ളവന്റെ മനസ്സിലേക്ക് വന്നു, ഉടനെ നബിയിലേക്ക് തിരിഞ്ഞു. അങ്ങേ മറക്കുകയില്ല, മറന്നിട്ടില്ല. യജമാനനായ റബ്ബിന് കാഴ്ചവെക്കാനും സുജൂദ് ചെയ്യാനും ഞങ്ങളെ പഠിപ്പിച്ച നേതാവിന് കാഴ്ചവെക്കാതെ ഞങ്ങൾ ഈ പ്രവർത്തനം മുഴുമിപ്പിക്കുന്നില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ, ഓ നബിയേ, അങ്ങേക്ക് സമാധാനത്തിന്റെ സന്ദേശം നബിയെ വിളിച്ചു പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തിൽ സൃഷ്ടികളെ വിളിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും. ബാപ്പനെ വിളിച്ചാൽ നിസ്കാരം ബാത്തിലാകും. ഉമ്മാനെ വിളിച്ചാൽ ബാത്തിലാകും. ഉസ്താദിനെ വിളിച്ചാൽ ബാത്തിലാകും. പക്ഷേ ശൂന്യതയില്ലാത്ത വ്യക്തിയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. മുനസ്സഹുൻ അൻ ശരീഅത്തി മഹാസൂരിഹി ഫജൗഹറുൽ ഹുസ്നി ഗൈറു മുൻഖസിമി തമദ്ദഅതുൻ നഫറഫി നബിഹി തകും ബിമാ ശിതമദ് ഹംഫിഹി വഹ്തകി. സുന്ദരയില്ലാത്ത വ്യക്തി മുനസ്സഹുൻ അൻ ശരീഅത്ത്, അതുല്യനാണ്, പാരലായി മറ്റൊരാളില്ല. ആ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കാരത്തിൽ വിളിച്ചാൽ നിസ്കാരം ബാത്തിലാവൂല. മറ്റാരെ വിളിച്ചാലും ബാത്തിലാകും. അവന്റെ ഹബീബിനെ വിളിച്ചാൽ ബാത്തിലാകൂല. എന്നല്ല വിളിച്ചേ പറ്റൂ, പറഞ്ഞേ പറ്റൂ, കാഴ്ചവെച്ചേ പറ്റൂ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ, ഓ നബിയായവരെ അങ്ങേക്ക് സമാധാനത്തിന്റെ സന്ദേശമുണ്ട് നബിയേ. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വഖദ് റദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹി സലാം. ഏതൊരാൾ എനിക്ക് സലാം പറഞ്ഞോ, ആരെനിക്ക് കാഴ്ചവെച്ചോ, ആരെനിക്ക് സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞു, എനിക്കത് മടക്കാൻ ആത്മാവിനെ വളരെ നേരത്തെ തന്നെ അല്ല എനിക്ക് മടക്കി തന്നിട്ടുണ്ടാകും. ഞാനത് മടക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ടൗണിലുള്ള ചെറുപ്പക്കാരെ, ഓ കോഴിക്കോട് ടൗണിലുള്ള ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച്, റൂമിന്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ നേതാവിനെ വിളിച്ച് സലാം പറയണം. 5 നേരം തിരിഞ്ഞത് പറയണം.
ആ പറയുന്ന സമയത്ത് ആ നേതാവ് മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ പോലെ മരിച്ചങ്ങ് തീർന്നു പോയ നേതാവാണെന്ന് നിങ്ങൾ കരുതരുത് കേട്ടോ. ഒരിക്കലുമില്ല. എന്നും ഹയാത്തിലുള്ള നേതാവ് തന്നെ. ഹയാത്തി ഖൈറുല്ലക്കും വമമാതി ഖൈറുല്ലക്കും. എന്റെ ഹയാത്തും എന്റെ മൗത്തും രണ്ടും നിങ്ങൾക്ക് ഖൈറ് തന്നെ. വലിയ അമാലുക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് വെളിവാക്കപ്പെടും. ഇതാവജത്തു ഖൈറൻ ഹമിദുല്ലാഹ. നിങ്ങൾ നന്മ ചെയ്തത് ഞാൻ കാണുമ്പോൾ ഞാൻ അല്ലാഹുവിൽ അൽഹംദുലില്ലാഹ് പറയും. വൈദാവജത്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും. നിങ്ങൾ തിന്മ ചെയ്തത് ഞാൻ അറിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഖബറിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യും. അതേ ഖബറിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യും. ഹദീസ് ബസാർ റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ ഖുർആനിലിരുന്ന് സഹോദരന്മാരെ സഹോദരിമാരെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അവരുടെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കാൻ വേണ്ടി തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യൂ നബിയേ. ഈമാനുള്ളവർ 5 നാൾ വരെ ഉണ്ട്. 5 നാൾ വരെ ഉള്ളവരുടെ പാപം പൊറുക്കാൻ നബിതങ്ങൾ പറയേണ്ടതുണ്ട്. അത് ഖുർആനിൽ തന്നെ അല്ല പറഞ്ഞതല്ലേ. ഖുർആനിൽ ഒരിക്കലും ഒരു വൈദ്യമില്ലല്ലോ ചെറുപ്പക്കാര്. അങ്ങനെ ഈമാനുള്ളവരെപ്പോഴുണ്ടോ എവിടെയുണ്ടോ സ്ത്രീകളുണ്ടോ പുരുഷന്മാരുണ്ടോ അവിടുന്ന് അവരുടെ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി തങ്ങൾ റെക്കമെൻഡ് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആനിൽ നിർദ്ദേശമാണല്ലോ. അതുകൊണ്ട് തന്നെ ശഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ നേതാവല്ലല്ലോ. ഖബറിൽ കിടന്നുകൊണ്ട് സമുദായത്തെ നിയന്ത്രിക്കുന്ന, സമുദായത്തെ വിരിപ്പിക്കുന്ന, സമുദായത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന നേതാവ്. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് മടക്കുന്നു വലൈക്കും അസ്സലാം. സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കുന്നവൻ ഭാഗ്യവാൻ തന്നെ. അതിന് ഖളാക്കാതെ നേതാവിന് സലാം പറയുന്നവൻ ഭാഗ്യവാൻ തന്നെ. ആ നിസ്കാരം കളാക്കുന്നവൻ വലിയ ദൗർഭാഗ്യമുള്ളവൻ തന്നെ. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ ഓർക്കുക, ഈ നിസ്കാരം എന്ന് പറയുന്നത് അള്ളയുമായുള്ള സംഭാഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്ന പരിപാടിയുമാണ്. നബിക്ക് സമാധാനത്തിന്റെ സന്ദേശം പറയുന്ന കർമ്മമാണ്. അതിനുശേഷം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. ലോകത്തെവിടെയെല്ലാം സജ്ജനങ്ങളുണ്ടോ, എവിടെയെല്ലാം ഔലിയാക്കളുണ്ടോ, എവിടെയെല്ലാം മഹാന്മാരുണ്ടോ, അവർക്കെല്ലാം അവരെ വിളിക്കാത്ത വിധത്തിൽ അവർക്ക് സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞു അവരുമായും ആത്മീയ ബന്ധം പുലർത്തുന്ന കർമ്മമാണ് നിസ്കാരം. ആ നിസ്കാരം ഒരു 2 റകഅത്ത് നന്നായി നിസ്കരിക്കാനാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് നിർദ്ദേശം. 2 റകഅത്ത് നിസ്കരിച്ചിട്ട് എന്ത് വേണം? അദ്ദേഹം പറയണം ഒരു ദുആ. ആ ദുആ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടയാളമാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ വിളിച്ച് സഹായം തേടുന്നതും ആ സഹായത്തിനുള്ള സർവ്വ കഴിവുകളും അല്ലാഹു കൊടുക്കാൻ റബ്ബിനോട് തേടുന്നതുമായ ഒരു പ്രാർത്ഥന. اللهم إني أسألك وأتوجه إليك نبي أتوجه إليك بنبيك نبي الرحمة يا محمد إني قد توجهت بك إلى ربي في حاجتي هذه لتقضي لي أو لتقضى لي اللهم فشفه فيا. അല്ലാഹുവേ, إني أتوسل إليك, ഞാൻ നിന്നിലേക്ക് ഇടയാളനാക്കുന്നു. വാതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. ബിനബിക നബിയ്യിർ റഹ്മ, അനുഗ്രഹത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു. അല്ലാഹ് യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ. ഇതാണ് ഞാനൊരു സംശയം എന്ന് പറഞ്ഞത്. മുഹമ്മദിനെ വിളിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല
യാ മുഹമ്മദ് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തും വിളിച്ചിട്ടില്ലെന്നും പറഞ്ഞു. ഇവിടെ വിളിക്കാൻ നിർദ്ദേശിക്കുന്നു. യാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് മറുപടി ഞാൻ പറയും. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഓ മുഹമ്മദ് നബിയേ, ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഹാജതി ഹാദിഹി, എന്റെ ഈ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി, ലിതഖ്ലിയലി, തങ്ങളേക്ക് വീട്ടിത്തരാൻ വേണ്ടി, എന്റെ മുറാദ് തങ്ങൾ വീട്ടിത്തരാൻ വേണ്ടി, എന്റെ ആവശ്യം തങ്ങൾ വീട്ടിത്തരാൻ വേണ്ടി. അവിടെ തന്നെ ലിതുഖ്ലാലി എന്നും റിപ്പോർട്ടുണ്ട്, നുസ്ഖയുണ്ട്. എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഓ നബിയേ, ഞാൻ അങ്ങയുടെ ആളനാക്കി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഫതഫീഹു ഫിയ, അല്ലാഹുവേ നബിയോട് ഞാൻ റെക്കമെൻഡിന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ റെക്കമെൻഡ് എന്റെ വിഷയത്തിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവിനോട് പറയുന്നു. ഇടയ്ക്ക് നബിയെ ഇടയാളനാക്കുന്നു, ഇടയ്ക്ക് നബിയെ തന്നെ വിളിക്കുന്നു, നബിയോട് തന്നെ പറയുന്നു. ആ നബി നൽകുന്ന റെക്കമെൻഡ് സ്വീകരിക്കണമെന്ന് അല്ലാഹുവിനോട് വീണ്ടും പറയുന്നു. ഇങ്ങനെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു. ആ പറഞ്ഞതുപോലെ അദ്ദേഹം ചെയ്യുന്നു. നബിയുടെ ആളനാക്കി പറയുന്നു, നബിയെ വിളിക്കുന്നു, നബിയോട് പറയുന്നു, അല്ലാഹുവിനോട് പറയുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം, അദ്ദേഹം എഴുന്നേറ്റ് വരുന്നു. രണ്ട് കണ്ണിനും കാഴ്ച ലഭിച്ചുപോയി. ഈ ഹദീസ് സഹീഹാണെന്നതിൽ ലോകത്തൊരു മുസ്ലിം പണ്ഡിതരും തർക്കമില്ല. മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരിയുടെ ഉസ്താദെന്ന്, ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ ശിഷ്യരെന്ന്, 10 ലക്ഷം ഹദീസ് മനപ്പാഠം പഠിച്ച ലോക പ്രസിദ്ധ പണ്ഡിതരെന്ന്, 4 മദ്ഹബിന്റെ ഇമാമെന്ന് ആർക്കെങ്കിലും തള്ളാൻ കഴിയുമോ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 3 സ്ഥലത്ത് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരും റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. സലഫി പണ്ഡിതനായ നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹം മിസ്കാത്തിന്റെ അടിക്കുറിപ്പിലടക്കം എല്ലാ സ്ഥലത്തും പറയുന്നു, ഈ ഹദീസ് സഹീഹാണ് മക്കളെ, ഈ ഹദീസ് സഹീഹാണ് മക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയും ഇടയാളനാക്കുകയും നബിയോട് തേടുകയും അല്ലാഹുവിനോട് തേടുകയും ചെയ്യുന്ന 2 റക്അത്ത്, അതാ ഹാജത്ത് വീട്ടാനുള്ള നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നബിയോട് തേടുന്ന, അല്ലാഹുവിനോടും തേടുന്ന ഈ കാര്യം പഠിപ്പിച്ചു കൊടുത്ത ഹദീസ്. അത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ കണ്ണിന് കാഴ്ച കിട്ടിയ ഹദീസ്, കണ്ണിന്റെ കാഴ്ചയില്ലാത്തതിന്റെ പേരിൽ നബിയോട് സങ്കടം പറഞ്ഞ ഹദീസ്. ആ ഹദീസ് സഹീഹാണെന്നതിൽ ലോകത്തൊരു മുസ്ലിമിനും തർക്കമില്ല. മുസ്ലിമീങ്ങളെ, ഈ ഹദീസിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, യാ മുഹമ്മദ് എന്ന് വിളിച്ചതില്ലെന്നോ നേരത്തെ പറഞ്ഞു. ഇതാണ് സംശയം. ആ സംശയത്തിന് മറുപടി പറയുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവർ സ്വന്തമായി ഒരു വിഷയവും പറയില്ല. സ്വന്തം പറയുന്ന കാലത്ത് അവർ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനും അല്ല. അവർ പറയുന്നതിനെല്ലാം മുൻഗാമികളായ ഇമാമുകളുടെ കിതാബുകൾ തെളിവായി. ഞാൻ കഴിഞ്ഞ പ്രസംഗം നാദാപുരത്ത് കടന പ്രസംഗം നടത്തിയപ്പോൾ ഇസ്തിഹാസയും ഇമാമുകളും എന്ന വിഷയത്തിലാണ് ഒരു ദിവസം പ്രസംഗിച്ചത്. ഇമാമുകളുടെ കിതാബുകൾ 4 മദ്ഹബിന്റെ ഇമാമുകളുടെയും കിതാബുകളാണ്. ഇസ്തിഹാസക്ക് തെളിവുകളായി 4 മദ്ഹബിന്റെയും കിതാബുകളാണ് ധരിച്ചത്. നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കേട്ടു നോക്കണം. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇമാമുകൾ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുന്നു. അവകാശമുള്ളവർക്ക് അവകാശം വിട്ടുകൊടുക്കാം, അവകാശിക്ക് അവരുടെ അവകാശം വിട്ടുകൊടുക്കാം, മറ്റൊരാൾക്കത് കൈയിടാൻ പാടില്ല. ഇവിടെ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ നിർദ്ദേശിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പേര് വിളിക്കരുത്, പേര് വിളിച്ചുകൊണ്ട് ആദരിക്കണം എന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അവകാശമാണ്. ആ അവകാശം വിട്ടുകൊടുക്കാൻ അവിടുത്തേക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ പേര് കൊണ്ട് വിളിച്ച് ബറക്കത്തെടുക്കാൻ തൽക്കാലം പേര് വിളിക്കരുത് എന്ന ആ ആദരവിന്റെ അവകാശം
ഇദ്ദേഹത്തിന്റെ കണ്ണിന്റെ രോഗം മാറാൻ, ഇദ്ദേഹത്തിന്റെ അതുപോലെ വിളിക്കുന്നവർക്ക് കാര്യം നേടാൻ, ഉമ്മത്തിനോടുള്ള താല്പര്യത്തിന്റെ പേരിൽ അവിടുത്തെ പേര് കൊണ്ട് പേര് വിളിച്ച് ബറക്കത്തെടുക്കാൻ അവിടുത്തെ അവകാശം അവിടുന്ന് വിട്ടുകൊടുത്തതാണ്. അത് അവിടുത്തേക്ക് മാത്രമുള്ള അധികാരമാണ്. നമുക്കത് പാടില്ല, നമുക്ക് പേര് വിളിക്കാൻ പാടില്ല. ആ പ്രാർത്ഥന അതേ നിലക്ക് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറഞ്ഞു കൊടുത്തു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരാൾക്കൊരു കാര്യം നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു തേടുന്ന ഒരു ഇടയാളനാക്കുന്ന ഈ ദുആ നിസ്കരിച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അത് ചെയ്തു. അദ്ദേഹത്തിന് മുറാദ് ഹാസിലാവുകയും ചെയ്തു. നബിയെ ഇടയാളനാക്കി ചോദിച്ചപ്പോൾ, നബിയെ വിളിച്ചു ചോദിച്ചപ്പോൾ അത് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു സഹീഹായ പരമ്പര കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് അംഗീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. സഹോദരന്മാരെ, അപ്പൊ പരിശുദ്ധ ഖുർആൻ മറ്റു ഒരു നബിക്കും കൊടുക്കാത്ത ബഹുമാനങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തു. അത് ഒന്നും രണ്ടുമല്ല, പറഞ്ഞു തീർക്കാൻ കഴിയുന്ന രംഗവുമല്ല. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ധാരാളം പറയാൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ആരോഗ്യവും ആയുസ്സും എത്തിച്ചേരട്ടെ. ലോകത്തിന് മുഴുവനും നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയും എത്രയോ പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല, ഇപ്പോൾ അങ്ങനെ സംസാരിക്കാൻ സന്ദർഭമില്ല. അവിടുത്തോട് ചോദിച്ചു, മതാ കുന്ത നബിയ്യൻ, എപ്പോഴാണ് അവിടുന്ന് നബിയായിരുന്നത്? ഉടനെ തന്നെ അവിടുത്തെ മറുപടി, അതേവ ആദമു ബൈന റൂഹി വൽ ജസദി, ആദം അലൈഹിസ്സലാം റൂഹിന്റെയും ജസദിന്റെയും ഇടക്ക്, ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഇടക്കുള്ള സമയത്ത് തന്നെ ഞാൻ നബിയാണ്. എന്താണ് പറഞ്ഞ വാക്കിനർത്ഥം? ചിലർ പറയും ആ വാക്കിനർത്ഥം നേരത്തെ നബിയായി തീരുമാനിക്കപ്പെട്ടിരുന്നു എന്നാണെന്ന് പറയും. ശരിയല്ല. കാരണം തീരുമാനങ്ങൾ എല്ലാ നബിമാരും നബിയാകുമെന്ന തീരുമാനം വളരെ മുമ്പ് തന്നെ ഉള്ള തീരുമാനം, അല്ലാഹുവിന്റെ തീരുമാനം, അത് അസലിയാണ്, അതിന് തുടക്കമില്ല. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി കളിമണ്ണിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ നബിയാണെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, വലൈസൽ മുറാദു മിൻ ദാലിക തഖ്ദീർ ലിഅന്ന ഗൈറഹു കദാലിക, അത് അല്ലാഹു തആല നേരത്തെ തന്നെ നബിയെ തീരുമാനിച്ചു എന്നല്ല അതിന്റെ ഉദ്ദേശം. ബലിൽ ഇശാറത്തു ഇലാ കൗനി റൂഹിൽ നബിയ്യത്തി സബത ലഹാ ذلك الوصف دون غيرها في عالم الأرواح. ലോകം രണ്ട് ലോകമുണ്ട്. ഒന്ന് ആത്മീയ ലോകമാണ്, ഒന്ന് ശാരീരിക ലോകമാണ്. ആത്മീയ ലോകത്തെ ആത്മാവിന് ശരീരത്തിന്റെ മുമ്പ് തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മൾക്ക് 4 മാസമാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആത്മാവിനെ കൊണ്ടുവന്ന് നിഷേധിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആത്മാവിനെ നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആത്മീയ ലോകമെന്ന് വേറെയാണ്. ആ ആത്മീയ ലോകത്തെ ഒന്നാമനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഒന്നാമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മീയ ലോകത്തിന് നുബുവത്ത് എന്ന് പറയുന്ന സ്ഥാനം അത് മറ്റുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും നൽകപ്പെടുന്നതിന് മുമ്പ് ഒന്നാമത് സൃഷ്ടിക്കപ്പെട്ട നബിക്ക് തന്നെ നുബുവത്ത് നൽകപ്പെട്ടു പോയി. ഇത് വറദ അന്നൽ അർവാഹ ഖുലിഖത് ഖബല അജ്സാമി ബിഅൽഫി അർവാഹുകൾ ആത്മാക്കൾ വളരെ മുന്നേറ്റം ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആത്മീയ ലോകത്ത് അവിടുത്തെ നബിയായി അവരോധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഹദീസ് എടുത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഫീ ഹദീസ് അബ്ദുർ റസാഖ് സാബിഖ് തഈദ് ലിമാ ഖീല
تعالى لما خلق نور نبيه محمد صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം അല്ലാഹു പടച്ചപ്പോൾ അല്ലാഹു തആല പ്രകാശത്തോട് നിർദ്ദേശിച്ചു അയ്യൻദുറ ഇലാ നൂറിൽ അംബിയാഇസ്സലാം അവിടുത്തെ നൂറിലൂടെ സൃഷ്ടിക്കപ്പെട്ട അംബിയാക്കളുടെ പ്രകാശങ്ങളിലേക്ക് നോക്കാൻ ഫഗശിയഹും മിൻ നൂരിഹി അങ്ങനെ നബി തങ്ങളുടെ പ്രകാശം അതാ അവരിൽ നിന്ന് പൊതിഞ്ഞപ്പോൾ അതാ മാ അൻതഖഹുമുല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംസാരിപ്പിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചതനുസരിച്ച് അവരതാ സംസാരിക്കുന്നു. യാ റബ്ബനാ മൻ ഹുസ്ന നൂറു റബ്ബേ ഞങ്ങളെ പൊതിഞ്ഞ ഈ പ്രകാശം. അപ്പോൾ അല്ലാഹു അംബിയാക്കളുടെ അർവാഹികൾക്ക് മറുപടി നൽകുന്നു. ഹാദാ നൂറു മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇത് നൂറു മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ആ നബിയുടെ പ്രകാശമാണ്. നിങ്ങൾ ആ നബിയെ കൊണ്ട് വിശ്വസിച്ചാൽ ജഅൽതുകും അംബിയാ നിങ്ങളെയൊക്കെ ഞാൻ നബിയാക്കും. ഖാലൂ മുഴുവൻ നബിമാരും പറഞ്ഞു ആമന്നാ ബിഹി വബിനുബുവ്വതിഹി ആ നബിയെ കൊണ്ടും ആ നബിയുടെ നബുവ്വത്തുകൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചു. അല്ലാഹ് ഫഖാല അല്ലാഹു തആല അപ്പോൾ അല്ലാഹ് പറയുകയാണ് അസ്ഹദു അലൈക്കും ഞാൻ നിങ്ങളുടെ മേൽ സാക്ഷിയാക്കുന്നു. ഖാലൂ നഅം അതേ റബ്ബേ നീ തന്നെ സാക്ഷി. ഫദാലിക ഖൗലുഹു തആല അതാണ് അല്ലാഹു തആല പറഞ്ഞത് വഇദ അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ അതേ സർവ്വ അംബിയാക്കളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ കരാർ വാങ്ങിയിരിക്കുകയാണ്. ഒരു നബിയും ബാക്കിയില്ല. മുഴുവൻ അംബിയാക്കളോടും അല്ലാഹ് പറയുന്നു നമ്മൾ കരാർ വാങ്ങിയിട്ടുണ്ട് നബിയേ നിങ്ങൾക്ക് കിതാബ് തന്നപ്പോൾ വഹിക്മത്തിൻ വിവരവും തന്നപ്പോൾ പിന്നെ നിങ്ങളോടുകൂടെയുള്ള ആശയത്തെയും നിങ്ങളെ ഗ്രന്ഥത്തെയും എല്ലാം അതൊക്കെ ശരിയാണെന്ന് അതിനെല്ലാം ശരിവെക്കുന്ന അതെല്ലാം നന്നായി അറിയുന്ന അത് ശരിവെക്കാൻ അർഹതയുള്ള അത് സത്യമാണെന്ന് പറയാൻ അർഹതയുള്ള അതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരു മഹാനായ റസൂല് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ആ നബിയെ കൊണ്ട് വിശ്വസിച്ചേക്കണം നിശ്ചയം. വല തൻസുറുന്നഹു ആ നബിയെ നിങ്ങൾ സഹായിച്ചേക്കണം നിശ്ചയം. ഇത് അല്ലാഹു തആല സർവ്വ അംബിയാക്കളോടും കരാർ വാങ്ങിയപ്പോ ഖാല അഖറർതും വഅഖൽതും അലാ ദാലികും ഇസ്രി എന്റെ കരാർ നിങ്ങൾ സ്വീകരിച്ചോ നിങ്ങൾ അംഗീകരിച്ചോ. സർവ്വ അംബിയാക്കളോടും അല്ലാഹ് പറഞ്ഞത് ഖുർആൻ പറയുകയാണ്. ഖാലൂ സർവ്വ നബിമാരും പറഞ്ഞു അഖറർനാ ഞങ്ങൾ അംഗീകരിച്ചു അല്ലാഹ് ഞങ്ങൾ സ്വീകരിച്ചു അല്ലാഹ്. അങ്ങനെ വരുന്ന ആ മഹാനായ റസൂലിന്റെ നുബുവത്ത് അംഗീകരിച്ചു അല്ലാഹ് സ്വീകരിച്ചു അല്ലാഹ്. ആ നബിയെ സഹായിക്കും സഹകരിക്കുമെന്നത് അംഗീകരിച്ചു അല്ലാഹ്. ഖാല ഫസ്അദൂ അന മഅകും മിനസ് സാഹിദീൻ അപ്പോഴാണ് റബ്ബ് പറയുന്നത് നിങ്ങൾ സാക്ഷിയായിക്കോളൂ ഞാനും നിങ്ങളുടെ കൂടെ സാക്ഷികളിൽപ്പെട്ടവൻ തന്നെ ഞാനും സാക്ഷി തന്നെ. ഓ സഹോദരന്മാരെ എല്ലാ അംബിയാക്കളും വെറുതെ പറഞ്ഞതല്ല. ഇമാം ബൂസിരി റഹിമഹുല്ലാഹ് വകുല്ലുഹും റസൂലുള്ളാഹി മുൽതബിസു വർഫം മിനൽ ബഹരി റഫം ലോകത്ത് ഏതെല്ലാം അംബിയാക്കളുണ്ട് എല്ലാ അംബിയാക്കളും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഒരു കോരൽ കോരിയവരോ ഒരു മുറുക്കി അതേ ഊമ്പി കുടിച്ചവരോ മാത്രമാണ്. എല്ലാ അനുഗ്രഹങ്ങളുടെയും നിമിത്തവും എല്ലാത്തിന്റെയും കാരണക്കാരനും എല്ലാ അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അതേ ആഴം കാണാൻ കഴിയാത്ത കടലിൽ നിന്നൊരു കോരൽ കോരിയവരോ ഒരു മുറുക്കി ഉറുമ്പിയെടുത്തവരോ മാത്രമാണ് സർവ്വ അംബിയാക്കളും.
എന്തെല്ലാം മുഴുവത്തുകൾ ലോകത്ത് വന്ന അമ്പിയാക്കൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് വന്നു ചേർന്നത് തന്നെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ ബഹുമാനത്തിന്റെയും സൂര്യനാണ്. സർവ അമ്പിയാക്കളും നക്ഷത്ര തുല്യരാണ്. ആ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നക്ഷത്രങ്ങൾ ഉദിച്ചുപോയി. ആ നക്ഷത്രങ്ങൾ വെളിച്ചം നൽകിപ്പോയി. സൂര്യനും ഉദിച്ചപ്പോഴോ പിന്നെ നക്ഷത്രങ്ങളുടെ വെളിച്ചമിവിടെയില്ല. നക്ഷത്രങ്ങളുടെ വെളിച്ചമല്ല, സൂര്യനിൽ നിന്ന് കിട്ടിയ വെളിച്ചമാണ്. ചന്ദ്രന്റെ വെളിച്ചം സൂര്യനിൽ നിന്ന് കിട്ടിയതാണ്. അത് ഇന്ന് അർസൽനാക ശാഹിദൻ വമുബശ്ശിറാ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. കത്തിജ്വലിക്കുന്ന വിളക്കെന്ന് പറഞ്ഞില്ലേ, സൂര്യനെ പോലെ കത്തിജ്വലിക്കുന്ന നൂറ്. ആ പ്രകാശത്തിൽ പ്രകാശം സ്വീകരിച്ച പ്രവാചകന്മാർ സൂര്യനൊരുക്കി വരുന്നതിന് മുമ്പ് വെളിച്ചം നൽകിയ നക്ഷത്രങ്ങളാണ് കേട്ടോ. സൂര്യനായി കത്തിജ്വലിക്കുന്ന പ്രകാശം അത് ലോകത്തിന്റെ മുഴുവനും നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അവിടുന്ന് തന്നെ. ഇനിയും ഒരുപാട് എത്ര മാസങ്ങൾ പറഞ്ഞാൽ എവിടെയും എത്തുകയില്ല. പരിശുദ്ധ ഖുർആൻ തന്റെ ഉദ്ധരിച്ചു പറഞ്ഞാൽ എത്തുകയില്ല. ഹദീസുകൾ ഉദ്ധരിച്ചു പറഞ്ഞാൽ തീരുകയില്ല. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മഗ്രിബിന് നിസ്കരിച്ച ഉടനെ ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ സമയം അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഞാൻ പ്രസംഗിക്കും. പിന്നീട് ഒരുപാട് നേതാക്കൾ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ പറയാൻ കാരണം എനിക്ക് നാളെ മഗ്രിബിന് 1 മണിക്കൂർ പ്രസംഗിച്ച് പിന്നീട് മഞ്ചേരിക്കടുത്ത് വേറെ ഒരു സ്ഥലത്ത് പങ്കെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറായത് പറയാനും കേൾക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് അതിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ചരിത്രങ്ങൾ പറയാൻ ഇപ്പോൾ സമയം വൈകിയിട്ടുണ്ട്. ഞാൻ ഒരു ചരിത്രം പറയാമെന്ന് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കട്ടെ സഹോദരന്മാരെ. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു വരുന്നു. ചരിത്രം സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെയുള്ള ചരിത്രങ്ങളാണ് പറയുന്നത്. സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു വരുന്നു, ശരീരം കാണിച്ചു കൊടുക്കുന്നു. ഖൈബർ യുദ്ധത്തിൽ കിട്ടിയ വെട്ടാണ് നബിയെ. ജനങ്ങളൊക്കെ പറയുന്ന സലമ മരിച്ചു, വലിയ വെട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ എന്റെ മുറി, എന്റെ ശരീരത്തിലെ അപകടകരമായ മുറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കന്ന് കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്റെ രോഗം മാറ്റുന്നവൻ അള്ളയാണെന്ന് ഉറപ്പാണ്. രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അള്ളയാണ്. പക്ഷേ അല്ലാഹു തആല വിതരണത്തിന് നിശ്ചയിച്ച നേതാവല്ലേ ഇത്. അതേ രോഗശമനം അവിടുത്തിലൂടെ വിതരണത്തിന് നിശ്ചയിച്ച നേതാവല്ലേ ഖാസിമല്ലേ. അല്ലാഹുവൽ വീട്ടി കൊടുക്കുന്ന ഉടമസ്ഥനല്ല, വിതരണം ചെയ്യുന്നവരല്ലേ. ഭൂമിയുടെ സ്റ്റോറുകളുടെ മുഴുവൻ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു എന്ന് പറഞ്ഞവരല്ലേ. അതുകൊണ്ട് തന്നെ മുറിയങ്ങ് കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഫനഫസ ഫീഹി സലാസ നഫസാത്. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, കേവലം ഒരു ചരിത്രമല്ല. ഫനഫസ ഫീഹി സലാസ നഫസാത്. മൂന്ന് ഊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുറിയിലേക്ക് ഊതി.
ആ മുറി അങ്ങനെ തന്നെ ഉണങ്ങിപ്പോയി. ഒരു ഗുളികയില്ല, ഒരു മരുന്നും പുരട്ടിയിട്ടില്ല, ഒരു ചികിത്സയും ചെയ്തിട്ടില്ല. അവിടുത്തെ തൊള്ളയിൽ നിന്ന് വരുന്ന വായു അതാ മുറിയിലൊന്ന് ഊറിയപ്പോൾ വായു തട്ടിയിട്ടുണ്ട്. മുറിയൻ ഉണങ്ങിപ്പോയി. എനിക്കൊരു പ്രശ്നവുമില്ല. സഹാബിയായ സലമത്ത് ബിനുൽ അക്വർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ പറയുന്നു, സുബ്ഹാനല്ലാഹ് വമൻ കുന്തി റസൂലുള്ളാഹി ബിസ്റത്തു ഇൻദൽ ഖാഹുൽ സുദൂബി അജാബിയതജീബി. നബിതങ്ങൾ മുഖേന ഒരാൾക്ക് സഹായം കിട്ടിയെങ്കിൽ വലിയ സിംഹങ്ങൾ വരെ അധീനപ്പെട്ടു പോയില്ലേ, മുട്ടുകുത്തിയില്ലേ, വഴിപ്പെട്ടില്ലേ. അവിടുത്തെ സഹായം കിട്ടിയവർക്ക് ഭയപ്പെടേണ്ടതില്ലല്ലോ. ഓ സഹോദരന്മാരെ, ഒരുപാട് സംഭവങ്ങൾ ബുഖാരിയിൽ നിന്ന് പറയാനുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ ഖുർആനിൽ നിന്ന് പറയാനുണ്ട്. അല്ല അല്ല ബാലവൽ മുഹദ്ദാഹു ഔസാഫിഹി ഫമാ ബലവ ബാലിഉൻ സറമ ഊതിബിമാ ഫിൽ ബലിദാൽ. ഏത് പണ്ഡിതനാണ് അവിടുത്തെ മതി പറയാനൊരുങ്ങിയിട്ട് മനസ്സിൽ കൊണ്ടുവന്നതിന്റെ 1,00,000 അംശം പോലും പറയാൻ ലോകത്തൊരു പണ്ഡിതനും കഴിഞ്ഞിട്ടില്ലല്ലോ, സാധ്യമല്ലല്ലോ. പണ്ഡിതന്മാരുടെ വിജ്ഞാനങ്ങളിൽ വളരെ ചെറിയത് മാത്രം നുകർന്നെടുക്കുന്ന ചെറിയ തേരീറ്റുകളെ പോലുള്ള നമുക്ക് പിന്നെയുണ്ടോ സഹോദരന്മാരെ ആർക്കിവിടെ പറഞ്ഞു തീർക്കാൻ കഴിയും? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അവിടുത്തെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അവിടുത്തെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ആ മഹത്വം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നെന്റെ പ്രസംഗം അവസാനിപ്പിച്ചിട്ട്, അർഹമുർ റഹീമായ റബ്ബേ, അവിടുത്തെ സ്നേഹിച്ച് സദസ്സിൽ വന്ന മുഅ്മിനീങ്ങൾ, അവിടുത്തെ മദ്ഹ് പറയുന്ന സദസ്സിൽ പങ്കെടുത്തവർ, ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് തരണം റഹ്മാനേ.